പപ്പേട്ടാ പപ്പേട്ടാ നമ്മൾ എങ്ങോട്ടായി പോന്നേ? നിങ്ങൾ എന്തിനീ ധൃതി പിടിച്ച് ഈ വണ്ടി ഓട്ടിക്കുന്നേ? ഒന്ന് പതുക്കെ പോ, ഇത്രയും സ്പീഡിൽ ഓട്ടിക്കാതെ. അത് മാത്രമല്ല, നിങ്ങൾ എങ്ങോട്ടാ ഈ യൂത്ത് പറിച്ച് ഇത്രയും സ്പീഡിൽ ഓട്ടിക്കുന്നേ? പപ്പേട്ട പറയുന്നുണ്ടോ കാര്യം? ഇത് പത്മനാഭൻ, അടുത്തിരുന്ന് സംസാരിക്കുന്ന ഭാര്യ ഭദ്ര. നിങ്ങളോടല്ലേ കുറച്ച് നേരം കൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത് എങ്ങോട്ടായി പോകുന്നേന്ന്? ഇത്രയും വെപ്രാളം പിടിച്ച് ഓടാൻ എന്താ ഇത്ര അത്യാവശ്യം? അതിൻ്റെ കൂടെ എന്നെ ഈ വലിച്ചുകൊണ്ട് വന്ന് ഞാൻ വേഷം പോലും മാറിയിട്ടില്ല. ഭദ്ര, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അദ്ദേഹം വളരെ അരിശത്തോടു കൂടി പറഞ്ഞു. എന്നാൽ നിങ്ങൾ പറ, എങ്ങോട്ടേ പോകുന്നേ? കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി ഒരിടത്ത് നിന്നതും ഭദ്ര കാറിലിരുന്ന് തന്നെ ചുറ്റും നോക്കി. പപ്പേട്ട, നമ്മളെന്താ ഹോസ്പിറ്റലിൽ? ഇവിടെ ആരാ കിടക്കുന്നേ? അവരുടെ ഉള്ളിലെ ആദി പുറത്തേക്ക് വന്നു. ഏട്ടാ, ഏട്ടനോടാ ചോദിക്കുന്നത്. കുറച്ച് നേരമായി ഏട്ടൻ എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത്. ഏട്ടാ, ഇനിയെങ്കിലും ഒന്ന് സംസാരിക്ക് പ്ലീസ്. പത്മനാഭൻ ഒന്നും പറയാതെ തന്നെ കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. ഹോസ്പിറ്റലിനകത്തേക്കാണ് ലക്ഷ്യം വെച്ച് പോകുന്നത് എന്ന് മനസ്സിലാക്കിയും ഭദ്രയും അദ്ദേഹത്തിൻ്റെ പിറകെ തന്നെ പോയി. ആ നടത്തം ചെന്ന് നിന്നത് ഐസിയുവിൻ്റെ മുമ്പിലാണ്. ഐസിയുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും ഭദ്രയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്ന്, നീ എന്താ കിച്ചു ഇവിടെ നിൽക്കുന്നേ? നീ ടൗണിൽ പോകുകയാണെന്നും പറഞ്ഞല്ലേ പോയത്? പിന്നെന്താ നീ ഇവിടെ? ആരാ അകത്ത്? ചോദിച്ചതും പത്മനാഭൻ അതിനിടയിൽ കയറി. എങ്ങനെയുണ്ടിപ്പം? ഒന്നും പറഞ്ഞില്ല അച്ഛാ. ഡോക്ടർ അകത്തേക്ക് പോയി പരിശോധനയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ പുറത്തേക്ക് വന്നില്ല. നമ്മൾക്കിവിടെ വെയിറ്റ് ചെയ്യാം. അവരിരുവരുടെയും സംസാരം തന്നെ കേട്ടുകൊണ്ട് നിന്ന ഭദ്രയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആരാ അകത്ത് കിടക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ടോ? എന്തിനാ എന്നെ ഈ പൊട്ടം കളിപ്പിക്കുന്നേ? പത്മനാഭൻ ഭദ്രയുടെ അടുത്തേക്ക് വന്ന് കിച്ചുവും അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ചേർത്ത് കസേരയിൽ കൊണ്ടുവരുത്തി. അമ്മ, ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് അമ്മ ഇവിടെ കിടന്ന് കരയാനോ ബഹളം ഉണ്ടാക്കാനോ നോക്കരുത്. എന്താ കിച്ചു, നീ പറ. അമ്മ, അകത്ത് കിടക്കുന്നത് വേദയാ. വേദമോളോ? അവൾക്ക് എന്തു പറ്റി? അവളിപ്പോൾ പ്രഗ്നൻ്റില്ല. 6 മാസമല്ല ആയിട്ടുള്ളൂ. പിന്നെന്താ? അമ്മ, ഞാൻ ടൗണിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു എനിക്ക് കോൾ വന്നേ. അവൾ അങ്ങനെ എന്നെ വിളിക്കാറില്ല. എന്താ പതിവില്ലാതെ എന്നെ വിളിച്ചതെന്നറിയാൻ ഞാൻ തിരിച്ചു വിളിച്ചതും അവളുടെ കരച്ചിലും ഞരക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് ചെന്നതും രക്തത്തിൽ കുളച്ചു കിടക്കുന്ന മോളെ കണ്ട് ഞാൻ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്നും അറിയില്ലമ്മ. അവളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ചു നേരം നിശ്ചലനായിപ്പോയി. എന്ത് ചെയ്യണം, എങ്ങനെ, എന്തുവാണെന്നറിയില്ല. കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാൻ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞത്. അപ്പോൾ തന്നെ അച്ഛൻ അമ്മയും കൂട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. എന്തു പറ്റിയതാടാ എൻ്റെ മോൾക്ക്? എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ഒന്നും അറിയില്ലമ്മ. ഇതുവരെ ഡോക്ടർ വന്നില്ല. എത്ര നേരമായി എൻ്റെ മോളകത്ത്? 1 മണിക്കൂറിനോളം അടുക്കുന്നു. അയ്യോ, എൻ്റെ മോൾ ഇതുവരെ ഒന്നും. അവർ കരയാൻ തുടങ്ങിയതും ഐസിയുടെ ഡോർ തുറന്ന് അകത്ത് നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നു. അത് കിച്ചുവിൻ്റെ അടുത്ത ഫ്രണ്ടായ നന്ദനായിരുന്നു. നന്ദ, എങ്ങനെയുണ്ടടാ മൂക്ക്? അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്. എന്തായാലും മൂവരോടും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മൂവരും ക്യാബിനിലേക്ക് വാ. അപ്പോഴിവിടെ അവൾ എൻ്റെ അനുജത്തിയാണ് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ടുന്ന എല്ലാം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ ഇവിടെ കിട്ടും. അത്രയും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് അവർ മൂവരും നന്ദൻ്റെ ഒപ്പം ക്യാബിനിലേക്ക് ചെന്നു. നന്ദൻ ക്യാബിൽ കയറി കസേരയിൽ ഇരുന്നുകൊണ്ട് മൂവരോടും ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു മുഖവരയ്ക്ക് നിൽക്കുന്നില്ല. ഞാൻ നിങ്ങളോടായിട്ട് തന്നെ ചോദിക്കുക. അവൾ നിങ്ങളുടെ മകൾ തന്നെയല്ലേ? നിൻ്റെ അനുജത്തി തന്നെ അല്ലേടാ? അതെന്താടാ നന്ദ നീ അങ്ങനെ ചോദിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ വേണമെന്നാണ് പറയുന്നത്? ആ കുഞ്ഞിൻ്റെ ദേഹത്ത് എന്തെല്ലാം പാടാടാ കിടക്കുന്നത്? അവൾ അതുമാത്രമല്ല 6 മാസം ഗർഭിണിയാണ്. അതിനെ ഇത്രത്തോളം ഉപദ്രവിച്ചിട്ട് നിങ്ങൾ അച്ഛനും അമ്മയും ഈ സഹോദരനുണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എന്താ പത്മനാഭൻ ഒന്നും പറയാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അഭിമാനമൊക്കെ എവിടെ പോയി? കാറ്റിൽ പറന്നുപോയോ? അവൻ്റെ പരുഷമായ സംസാരം കേട്ട് പത്മനാഭൻ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. ഇന്നോളം അച്ഛ എന്നല്ലാതെ അവൻ വിളിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായി അവൻ തൻ്റെ പേരെടുത്ത് വിളിച്ചുവെങ്കിൽ തനിക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അയാൾക്ക് ഉറപ്പായി. എന്താടാ നന്ദ, നീ കാര്യം പറ, കിച്ചു നന്ദനോടായി ചോദിച്ചു. എടാ, ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ബെൽറ്റ് കൊണ്ടടിച്ച് പൊള്ളിച്ചത്, സിഗരറ്റിൻ്റെ പാട്, അതുകൂടാതെ എന്തോ ആടാ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ചെയ്തു വെച്ചേക്കുന്നത്. സെക്ഷലിയും മെൻ്റലി എല്ലാം ആ കൊച്ച് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞ് ഈ സമയത്തിനുള്ളിൽ തന്നെ. 1 കൊല്ലം പോലും ആയില്ലല്ലോടാ ആ കുഞ്ഞിനെ കെട്ടിച്ചിട്ട്. നിങ്ങൾ ആരും ഒന്ന് തിരിഞ്ഞു പോലും അതിനെ നോക്കുന്നില്ലേടാ?
എടാ അവരുടെ ഇടയ്ക്ക് നല്ല സ്നേഹത്തോടെ അവർ ജീവിക്കുന്നേ. അവൾ ഇന്നോളം ഒരു തെറ്റായ രീതിയിൽ അവനെക്കുറിച്ചൊരു കുറ്റം പോലും പറഞ്ഞ് ഞങ്ങളാരും കേട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ? എടാ അവൾ വരുമ്പോൾ അവളുടെ ശരീരത്തുണ്ടാകുന്ന പാടുപോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഒറ്റ നോട്ടത്തിൽ അവളുടെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ തന്നെ ഞാൻ ഇത്രത്തോളം കണ്ട് ഞാൻ പറയണമെങ്കിൽ അവളുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയായിരിക്കും? ഒരു ഗായനക്ക് കണ്ടിട്ട് എന്നോട് എന്തൊക്കെ പറഞ്ഞ് അവളെൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞതും അവർ എന്നെ മുഖത്ത് അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പറയേണ്ടതെല്ലാം പറഞ്ഞ്. എന്തായാലും അച്ഛനും അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. 6 മാസം ഗർഭിണിയല്ലായിരുന്നു. എന്തായാലും ആ കുഞ്ഞങ്ങ് പോയി. എന്തായാലും നിങ്ങളുടെ ഇടയ്ക്കോട്ട് അത് വരാത്തത് തന്നെ വലിയ കാര്യം. ആ കുഞ്ഞ് ഇത്രത്തോളം അനുഭവിച്ചുവെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചു വീണാൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? എൻ്റെ മോളെ ആ ചിരിച്ചും കളിച്ചുമുള്ള ആ മോളാണെന്ന് പോലും പറയില്ല, അവളുടെ നിഴൽ രൂപമാണെന്നാടാ പറയുന്നത്. എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവളെ കണ്ടിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ പുച്ഛം തോന്നി. എന്താ പത്മനാഭ, നിങ്ങൾക്ക് 20 വയസ്സായ മോൾ ഇത്രത്തോളം വലിയ ഭാരമായിരുന്നോ? ഞാൻ അവളെ പൊന്നുപോലെ എൻ്റെ സഹോദരിയായിട്ട് നിങ്ങൾക്ക് അത്ര ഭാരമായിരുന്നു എനിക്ക് തന്നാൽ പോരായിരുന്നോ? അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങി. അവൻ്റെ സ്വരത്തിൽ ഇടർച്ച ബാധിച്ചു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കിച്ചു എഴുന്നേറ്റ് നന്ദൻ്റെ അടുത്ത് ചെന്ന്, എന്താടാ നീ ഈ ദേഷ്യത്തോടെ പറയുന്നതും ഞങ്ങളെ ഇത്രത്തോളം പറയാൻ എന്താ? എടാ ഇതിൽ കൂടുതൽ എന്താടാ നിന്നെ ഇങ്ങനെ ഞാൻ കാണിച്ചൊരു ഡോക്ടറായി എനിക്ക് തന്നെ അവളുടെ ശരീരത്തുള്ള പാട് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇനി ആ കുഞ്ഞ് ജീവിതത്തിലോട്ട് വരാതിരിക്കുന്നത് തന്നെ ഞാനൊന്ന് ആലോചിച്ചാൽ. എടാ അതിന് സെക്ഷലി 6 മാസമായിട്ടും അതിനെ സെക്ഷലി ഇപ്പോഴും ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുവാടാ ആ കുഞ്ഞിനെ. അതിൻ്റെ ശരീരം ഒന്ന് കാണൂടാ. വെറും 20 വയസ്സല്ല ഉള്ളടാ. നിങ്ങൾ ആർക്കാണ് അവളെ കെട്ടിച്ചു കൊടുത്തത്? കാണുന്നതൊന്നും സഹിക്കുന്നില്ലടാ. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗായനക്ക് ഡീറ്റെയിൽ ആയിട്ട് അവളെ പരിശോധിക്കുന്നുണ്ട്. ബ്ലീഡിങ് ഇതുവരെ സ്റ്റോപ്പ് ആയിട്ടില്ല. എന്തായാലും നമുക്ക് നല്ല വാർത്തയ്ക്കായി പ്രാർത്ഥിക്കാം. അല്ലാതെ വേറെ ഒന്നും ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് പറയാനില്ല. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലായതുപോലെ അവർ മൂവരും പുറത്തേക്കിറങ്ങി. പരസ്പരം ഒന്നും നോക്കാതെ സംസാരിക്കാതെ ഒന്ന് പരസ്പരം താങ്ങാകാൻ പോലും മൂവർക്കും സാധിച്ചില്ല. മൂവരും ഐസുവിൻ്റെ മുന്നിൽ ഡോക്ടറിനെയും കാത്ത് അവിടെ ഇരുന്നു. തൻ്റെ മകളെ ഓർത്ത് ഓരോ നിമിഷവും പത്മനാഭൻ്റെ ഉള്ളു വിങ്ങിയപ്പോൾ ഭാര്യ പൊട്ടിക്കരയുകയായിരുന്നു. ശബ്ദം പുറത്തു വരാതെ അവർ തൻ്റെ തേങ്ങലുകൾ ഉള്ളിലടക്കി കണ്ണീർ വാർത്തുകൊണ്ടിരുന്ന കണ്ടതും പത്മനാഭൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയതും, തൊട്ടു പോകരുതെന്നെ. അവരിൽ നിന്നും ഇന്നോളം ഇങ്ങനെ രൂക്ഷമായ ഒരു സംസാരം പത്മനാഭന് നേരെ ഉണ്ടായിട്ടില്ല. പത്മനാഭൻ ഒന്ന് അമ്പരന്നു. അതിനുശേഷം ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് ഈ ബന്ധം വേണ്ട? നിങ്ങളുടെ കാല് പിടിച്ച്, ഞാനല്ല അവൾ വരെ കാല് പിടിച്ച് പറഞ്ഞ് ഈ ബന്ധം വേണ്ട, അവൾക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം അവൾ ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് വേണ്ട ആ കല്യാണം നടത്തി കൊടുത്താൽ മതി, അവൾക്ക് ഒന്നും വേണ്ട എന്ന് വരെ അവൾ പറഞ്ഞില്ലേ? അവനും വന്ന് നിങ്ങളുടെ കാല് പിടിച്ചില്ലേ? അവളെ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? നിങ്ങൾക്ക് ജോലിയുള്ളൊരു ചെറുക്കൻ, അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവൾ ആ ജോലി ഉപേക്ഷിച്ചല്ലേ കൃഷിയിലേക്ക് ഇറങ്ങിയത്? കൃഷി എന്താ അത്ര മോശപ്പെട്ട വല്ല ജോലിയുമായിരുന്നു? അല്ല, നിങ്ങൾക്കപ്പോൾ 10 പേരുടെ മുമ്പിൽ ആളാവണം. നിങ്ങളുടെ സമൂഹത്തിലുള്ള വില കുറയരുത്. ആഡംബര അഭിമാനം എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എന്തേ ഇതൊന്നും? നിങ്ങളുടെ ബന്ധുക്കൾ എന്തേ? ബന്ധുക്കളുടെ മുമ്പിൽ ആളാവാൻ തന്നെയല്ലേ നിങ്ങൾ ഈ വലിയ ഉദ്യോഗസ്ഥനെ കൊണ്ട് വന്നത്? അതും വെറും കുഞ്ഞ്, 20 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ കുഞ്ഞിനെയാണ് അയാൾക്ക് കെട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് നിങ്ങൾ ഇതുവരെ അവൾ സുഖമായാണോ ജീവിക്കുന്നത്? അവൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന് തിരക്കാൻ പോലുള്ള മനസ്സ് നിങ്ങൾ കാട്ടിയില്ല. എന്നെ അനുവദിച്ചോ? അതുമില്ല. ഓരോ പ്രാവശ്യവും അവൾ വരുമ്പോൾ അവളുടെ മുഖത്ത് സന്തോഷമില്ലായ്മ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞ്? ഭാര്യയും ഭർത്താവുമല്ലേ? ചിലപ്പോൾ ചില സൗന്ദര്യപ്പിണക്കത്തിൻ്റെ ഭാഗമാണ് ജീവനും മരണത്തിനും ഇടയിൽ എൻ്റെ കുഞ്ഞ് അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. എൻ്റെ കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാനിനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അയാളിൽ നിന്നും മുഖം വെട്ടിച്ച് ഐസിയുവിൻ്റെ ഡോറിന് നേരെ കണ്ണും പായിച്ച് ഭദ്ര അങ്ങനെയിരുന്നു. ഇതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു കിച്ചു. ഇതിനിടയിൽ എന്ത് താൻ സംസാരിക്കും, ആരെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ കിച്ചു ഇരുവരെയും മാറി മാറി നോക്കി നിന്നു. അച്ഛൻ്റെ കണ്ണുകൾ ഇപ്പോഴും നീർത്തിളക്കത്താൽ മൂടിയിരിക്കുന്നു.
താൻ ചെയ്ത വലിയൊരു തെറ്റ് തൻ്റെ കുഞ്ഞിനോട്. അവളുടെ ചിരിയും കളിയും മാഞ്ഞിട്ടും താനും അവളെ ശ്രദ്ധിച്ചില്ല എന്ന്, താനും അവളോട് വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് ആ നിമിഷം തൊട്ട് അയാൾക്ക് തോന്നി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈനക് ഡോക്ടർ ICUവിൽ നിന്നും ഇറങ്ങി വന്നു. കൃഷ്ണവേദയുടെ അമ്മയും അച്ഛനും സഹോദരനുമായിരിക്കും അല്ലേ? അവരുടെ ആ സംസാരത്തിൽ തന്നെ തങ്ങളോടുള്ള പുച്ഛം കലർന്നിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നി. അതേ ഡോക്ടർ, അമ്മ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോടൊക്കെ സഹതാപമാണ് തോന്നുന്നത്, പുച്ഛമല്ല. ഈ ഒരു കുഞ്ഞ്, വെറും 20 വയസ്സുള്ള കുഞ്ഞ് ഇത്രത്തോളമൊക്കെ അനുഭവിച്ചിട്ട് ഒരമ്മയായി നിങ്ങൾക്ക് പോലും എന്തിനാ ഇന്ന് പറയുന്നേ? സ്വന്തം കുഞ്ഞിനെ വരെ കൊല്ലാൻ നോക്കുന്ന അമ്മമാരുള്ള നാടല്ലേ? അപ്പോൾ പിന്നെ ഇതല്ല, ഇതിനപ്പുറവും ഞങ്ങൾ കാണേണ്ടതാ. ഓരോ ദിവസവും എന്തെല്ലാം കാണുന്നവരാ. ഇതെല്ലാം കണ്ട് കണ്ട് മനസ്സ് മരവിച്ചു പോയി അമ്മേ. ഈ കണ്ണീരിന് ഇപ്പോൾ യാതൊരു ആത്മാർത്ഥതയും ഞാൻ കാണുന്നില്ല. ആത്മാർത്ഥത അവളോട് കാണിക്കുന്ന ടൈമിൽ കാണിക്കാതെ ഇപ്പോൾ കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്തായാലും എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് സംസാരിക്കാനില്ല. അവൾക്ക് ഹെവി ബ്ലീഡിങ്ങാണ്. ഇതുവരെ ബ്ലീഡിങ് നിന്നിട്ടുമില്ല. എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം ആ കുഞ്ഞിന് ജീവിതത്തിലോട്ട് വരണ്ട എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അത്രത്തോളം ആ കുഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാനിത് പറയാൻ പാടില്ല, എൻ്റെ എത്തിക്സിനെതിരാണ്. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ജീവനോടെ വരും. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഇതിനിടയിൽ അവളെ വന്ന് പരിശോധിച്ചിരുന്നു നന്ദൻ. ഗൈനക് ഡോക്ടറും ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട 5 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ സന്തോഷവാർത്തയുമായി നന്ദനും ഗൈനക് ഡോക്ടറും എത്തി. ഇപ്പോൾ അവൾ ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. ബ്ലീഡിങ് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ബോഡി സ്റ്റെബിലൈസ്ഡ്. പക്ഷേ ഞങ്ങൾക്ക് ഇരുവർക്കും ഒരു സംശയമുണ്ട്. എന്തെന്നർത്ഥത്തിൽ മൂവരും അവരെ തന്നെ നോക്കി. ജീവിതത്തിലേക്ക് വരുന്ന വേദ ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും ചിലപ്പോൾ അവൾ ആരോടും സംസാരിക്കാതെ ഇരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ മാനസിക നില തെറ്റിയ രീതിയിലായിരിക്കും. എങ്ങനെ അവൾ വന്നാലും ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയായിരിക്കണം. മനസ്സിലായോ? മൈൻഡ് ഇപ്പോഴേ അതിനുവേണ്ടി സെറ്റാക്കണം. പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിപ്പോഴേ പറഞ്ഞേക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദനും ഗൈനക് ഡോക്ടറും അവിടെ നിന്നും പോയി. കുറേ നേരത്തിന് ശേഷം ICUവിൽ നിന്ന് തന്നെ വേദയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുക പറഞ്ഞ് അവരെല്ലാവരും റൂമിലേക്ക് പോയി. വേദയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും അവൾ നല്ല മയക്കത്തിലായിരുന്നു. പിന്നെയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു വേദയൊന്ന് കണ്ണു തുറക്കാൻ. വേദ കണ്ണു തുറന്നതും അമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന്, മോളെ. അവൾ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. ഒന്നും ചോദിച്ചതുമില്ല. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടും അവളുടെ ഭാഗത്ത് യാതൊരു വ്യത്യാസവുമില്ലാതെ അമ്മയെ തന്നെ നോക്കി. അച്ഛനും തൻ്റെ അടുത്ത് വന്ന് നിന്നു. അച്ഛനെയും നോക്കി. അപ്പോഴും അവൾ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ കണ്ടതും കിച്ചു പതിയെ അവരിരുവരെയും മാറ്റി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മോളെ വിളിച്ചതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരുരുണ്ടിറങ്ങി. അത് കണ്ടതും, എൻ്റെ മോൾ എന്തിനാ കരയുന്നേ? ഏട്ടനില്ലേ എൻ്റെ പൊന്നിൻ്റെ കൂടെ? പിന്നെ എന്തിനാ? എൻ്റെ പൊന്ന് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഏട്ടനോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതുകൂടിയായപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങി. അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ച് തിരിഞ്ഞു കിടന്നു. അവൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. അവൾക്ക് ഇപ്പോഴും ഒന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. അച്ഛനും അമ്മയും ഇതുപോലെ നിന്ന് അവളുടെ മുമ്പിൽ നിന്ന് കരയരുത്. അവൻ ഇടറിയ സ്വരത്തോടെ തന്നെ അവരിരുവരോടും പറഞ്ഞു. അവരിരുവർക്കും അത് മനസ്സിലായതുപോലെ അവരിരുവരും അവളെ എപ്പോഴും ചുറ്റിപ്പറ്റി തന്നെ നിന്നു. അവളുടെ മനസ്സ് ഒന്ന് അസ്വസ്ഥമാകാനോ കൈവിട്ട അവസ്ഥയിലേക്ക് പോകാനോ അവർ ഇടം നൽകിയില്ല. അവളെ ഒന്നും ചോദിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അവർ നിന്നില്ല. എങ്കിലും എല്ലാം കണ്ടു അറിഞ്ഞ് തന്നെ അവർ അവിടെ തന്നെ നിന്നു. കുറേ മണിക്കൂറുകൾക്ക് ശേഷം ആരോ ഡോർ തുറക്കുന്നത് നോക്കിയാണ് മൂവരും അങ്ങോട്ട് നോക്കുന്നത്. വേദ അപ്പോഴേക്കും മരുന്ന് കഴിച്ച് സെഡേഷനിൽ ഉറക്കമായിരുന്നു. ഡോർ തുറന്നു വരുന്ന ആളിനെ കണ്ടതും മൂവരിലും ഒരേപോലെ തന്നെ ദേഷ്യം നുരഞ്ഞു പൊങ്ങാൻ തുടങ്ങി. എന്നാൽ ഭദ്രയ്ക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ രതീഷിൻ്റെ മുഖമടക്കി ഒരടി കൊടുത്തു. അടി കൊണ്ട ഭാഗം തപ്പിപ്പിടിച്ചുകൊണ്ട് രതീഷ് അവരെ തന്നെ നോക്കി. എന്താണെന്ന അർത്ഥത്തിൽ, നിനക്കൊന്നും അറിയില്ല, എൻ്റെ മോളെന്താടാ ഇങ്ങനെ കിടക്കുന്ന? അവളുടെ ദേഹത്തുള്ള പാടൊക്കെ എങ്ങനെ ഉണ്ടായതാടാ എന്ന് ചോദിച്ചു. അതമ്മ ഞാനൊന്നും ചെയ്തതല്ല. അവൾ സ്വന്തമായി സ്വന്തം ശരീരം നോവിക്കുന്നതാ. ഇപ്പം ഞാനെന്തോ പറയാനാ? എന്തുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യുന്നെന്നുള്ള കാര്യം നീ ഞങ്ങളോട് പറഞ്ഞില്ല. അത് അമ്മ
എൻ്റെ കൂടെ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം മൂലമാണെന്ന് പറയില്ലേ. ഞാൻ ആവുന്ന രീതിയിലെല്ലാം അവളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ ഇതൊന്നും അവൾ കേട്ടിരുന്നില്ല. അവൻ ഇടറി എല്ലാവരെയും നോക്കിയുള്ള പറച്ചിൽ കേട്ടപ്പോൾ തന്നെ ഒരു മിലിറ്ററി ഓഫീസറായ കിച്ചുവിന് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. കിച്ചു പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് രൂക്ഷമായെന്ന് നോക്കി. അളിയൻ പേടിക്കേണ്ട അളിയ, അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ, അതുകൊണ്ടാണ് അടിച്ചത്. സോറി അളിയ, ഇനി അത് ആവർത്തിക്കാതെ നോക്കാം. എന്തായാലും അവൾക്ക് കുറച്ച് വസ്ത്രം വേണം, അളിയൻ എൻ്റെ ഒപ്പം വാ. അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു അയാളെയും കൂട്ടി തൻ്റെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോയി. അവിടെ നിന്നും അവരുമായി വീട്ടിലേക്ക് പോയി. രതീഷും വേദയും സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. തീരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയ രതീഷിനെ അപ്പച്ചിയും മാമനുമാണ് തൻ്റെ മക്കൾക്കൊപ്പം തന്നെ നിർത്തി അവനെയും വളർത്തിയത്. വേദയെ വിവാഹം കഴിച്ചതോടുകൂടി തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. അവർ ഇരുവരും അവിടെയായിരുന്നു. ആ വീടിൻ്റെ മുറ്റത്തേക്ക് തന്നെ കിച്ചു കാർ ഒട്ടിച്ചു നിർത്തി. ഒപ്പം തന്നെ രതീഷ് ബൈക്കിലും വന്നിറങ്ങി. ഇരുവരും 2 വാഹനത്തിലായി വന്നിറങ്ങുന്നത് കണ്ടതും പരിസരവാസികളെല്ലാവരും അവരെ തന്നെ വീക്ഷിക്കാൻ നോക്കി. അതിൽ എന്തോ ഒരു അസ്വാഭാവികത കിച്ചുവിന് അപ്പോൾ തന്നെ തോന്നി. എങ്കിലും അത് കണക്കാക്കാതെ അവൻ രതീഷിൻ്റെ പിറകെ അകത്തേക്ക് കയറി. കിച്ചു അകത്ത് കയറി വേദയുടെ കുറച്ച് ഡ്രസ്സും അവൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ബാഗ് കൊണ്ടുവന്ന് കാറിൽ വെച്ച് തിരിഞ്ഞ് അകത്തേക്ക് കയറി രതീഷിനോടായി, അളിയനിഞ്ഞ് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അകത്തെ അവരുടെ ബെഡ്റൂമിലേക്ക് ചെന്ന്, അളിയൻ അമ്മയോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ നീട്ടി രതീഷിൻ്റെ കരണം പുകച്ച് ഒരടി കൊടുത്തു. എന്നിട്ടും അവന് ദേഷ്യം തീരാതെ പിന്നെയും അവനെ മാറി മാറി അടിച്ചു. ഇനി അനുജത്തി നിൻ്റെ കൂടെ ജീവിക്കാൻ വരില്ല. ഇനി നിൻ്റെ നിഴൽവട്ടം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കയ്യിൽ സൂക്ഷിച്ചിരുന്ന വേദയുടെ താലിമാല അവന് നേരെ എറിഞ്ഞു. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി അവളെ കുത്തി നോവിക്കാനോ ചോദിച്ചുകൊണ്ട് ആ വഴിക്ക് വന്നു പോകരുത്. എത്രയും പെട്ടെന്നുള്ള ദിവസത്തിൽ ഡൈവോഴ്സ് നോട്ടീസ് വരും. മര്യാദയ്ക്ക് അതിൽ ഒപ്പുവെച്ച് തിരിച്ചു വിട്ടേക്കണം. പറഞ്ഞ കേട്ടല്ലോ, അതിലെന്തെങ്കിലും വേലയെ വർമ്മോ നീ ഇറക്കാൻ നിന്ന ഒരു വരവ് കൂടി ഞാൻ വരും. ഞാൻ ആരാണെന്ന് നിനക്ക് കൃത്യമായി അറിയാമല്ലോ. എന്നെക്കൊണ്ട് വേണ്ടാത്ത ചെയ്യിക്കാൻ നിൽക്കരുത്. എൻ്റെ അനുജത്തിക്ക് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകാൻ തയ്യാറാണ്. ഈ ഒരവസ്ഥയിൽ അവളെ കണ്ടിട്ടും നിനക്ക് ഇത്ര അടി തന്ന് ഞാൻ നിർത്തിയേക്കുന്നത്. നിനക്കുള്ളത് തരേണ്ടവൻ തന്നെ വന്ന് തന്നിരിക്കും. അതുകൊണ്ട് മാത്രം. അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു അവിടെ നിന്നും ഇറങ്ങിപ്പോയി. തിരിച്ച് ഹോസ്പിറ്റലിലെത്തിയിട്ടും വേദയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല. നന്ദൻ രാവിലെ വന്ന് പരിശോധനയൊക്കെ നടത്തി. ഇപ്പോൾ അവളുടെ ബോഡി സ്റ്റേബിളാണ്. ബ്ലീഡിംഗ് എല്ലാം നിന്നിട്ടുണ്ടെന്ന് ഗൈനക്കും വന്ന് പറഞ്ഞു. എങ്കിലും അവളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാത്തത് അവർ മൂവരിലും അതൊരു സങ്കടം തന്നെ നേളിച്ചു. അച്ഛൻ ദൂരെ ഇരുന്ന് അവളെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ ചുറ്റിപ്പറ്റി നിന്ന് കളിയും ചിരിയും കുസൃതിയും കുറുമ്പും കാട്ടി നിന്ന തങ്ങളുടെ വേദയിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തപ്പെട്ടു പോയി. ഇപ്പോൾ അവളുടെ ഒരു നിഴൽ രൂപം തന്നെയാണ്. നന്ദൻ പറഞ്ഞത് എത്രയോ കറക്റ്റാണ്. താൻ അവളെ മനസ്സിലാക്കിയിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ തെറ്റ് വന്നു. തൻ്റെ കുഞ്ഞിൻ്റെ നല്ല ഭാവി മാത്രമേ താൻ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ അവൾക്കൊരു ദോഷം വരുന്നത് താൻ ഇന്നോളം ചിന്തിച്ചിട്ടില്ല. അവൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. തൻ്റെ കണക്കൂട്ടൽ എവിടെയൊക്കെ തെറ്റിയതായി ആ അച്ഛന് മനസ്സിലായി. ആ അച്ഛൻ്റെ ഉള്ള് തേങ്ങിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. തൻ്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് താൻ ഒരു കാരണക്കാരനായല്ലോ എന്ന് കണ്ണ് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയതും അദ്ദേഹം ആരും കാണാതെ അത് തുടച്ചു നീക്കി. അത് കിച്ചുവും അമ്മയും കണ്ടിരുന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു അമ്മയുടെയും. അമ്മയുടെ മനസ്സറിഞ്ഞതുപോലെ തന്നെ കിച്ചു അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു. നമ്മുടെ വാവയില്ലയോ അമ്മേ, അവൾ തിരിച്ചു വരും. അമ്മ സങ്കടപ്പെടാതെ, നമ്മുടെ പഴയ വേദയായി തന്നെ വരും. അമ്മക്ക് അവളെ കൊണ്ടുവരാം. അപ്പോൾ മോനെ രതീഷ്, ഇനി അവൻ ഇവളുടെ ജീവിതത്തിൽ വേണ്ട. ഞാനെടുത്ത തീരുമാനമാണ്. അതിനി ആരെതിർത്താലും ഇനി അവളുടെ ജീവിതത്തിലേക്ക് രതീഷിന് യാതൊരു സ്ഥാനവുമില്ല. ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് ഡൈവോഴ്സിനുള്ള കാര്യങ്ങളും നോക്കണം. എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് കിട്ടാം അത്രയും പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് വാങ്ങി ഞാൻ എന്നോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തേക്ക് ഞാൻ അവളെ കൊണ്ടു. അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരാം. അത്രയും പറഞ്ഞ് അച്ഛനെ ഒന്ന് നോക്കി അവൻ വേദയ്ക്കടുത്തായി ഇരിപ്പുറച്ചു.
മയക്കം വിട്ടെഴുന്നേറ്റ വേദ കാണുന്ന തൻ്റെ അടുത്ത് തന്നെ നോക്കിയിരിക്കുന്ന കിച്ചുവിനെ കണ്ടതും അവൾ ചെറുതായി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ശരീരമാകെ വേദനയുണ്ട്. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് തൻ്റെ വയറ്റിൽ കിടന്ന തൻ്റെ കുഞ്ഞ്. അവൾ വയറൊന്ന് തപ്പി. താൻ ഇത്രയും നേരം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തില്ല. വയറിൽ തപ്പിയപ്പോൾ അവിടെ അനക്കമില്ല എന്ന് മനസ്സിലായതും അവൾക്ക് മനസ്സിലായി തന്നെ വിട്ട് ആ കുഞ്ഞു ജീവൻ പോയിരിക്കുന്നുവെന്ന്. അവളുടെ കണ്ണിൻ്റെ ഇരുവശങ്ങളിൽ കൂടി കണ്ണീർ ചാലിട്ടൊഴുകാൻ തുടങ്ങിയതും എന്തിനു വേണ്ടിയാണ് അവൾ ഇപ്പോൾ കരയുന്നതെന്നും മനസ്സിലായതുപോലെ കിച്ചു അവളുടെ കൈയുടെ പുറത്ത് കൈവച്ച്, മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഈ ഏട്ടന് മനസ്സിലാകും. ദൈവമായി തന്ന നിന്റെ സന്തോഷം ദൈവമായി തന്നെ തിരിച്ചെടുത്തു. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഈ നരകത്തിലേക്ക് ആ കുഞ്ഞു ജീവൻ കൂടി കൊണ്ടുവന്ന് ആ ക്രൂരൻ്റെ മുന്നിൽ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ മോനെ? അത് തെറ്റായ രീതിയിൽ നിന്റെ ഒരു അശ്രദ്ധ മൂലമല്ല നിനക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. നീ ചുമ്മാതെ മനസ്സ് വിഷമിപ്പിക്കാതെ. അത്രയും പറഞ്ഞ് അവളെ ഒന്ന് തലോടി. എങ്കിലും ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് എത്രത്തോളം വലിയ വേദനയാണെന്ന് ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് അവൾക്കറിയാം. അത് മനസ്സിലായതുപോലെ അമ്മയും അവളുടെ അടുത്ത് വന്ന് തലയിലൊന്ന് തലോടി അവളെ കണ്ണടച്ച് കാട്ടിയതും അവൾ പതിയെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. തൻ്റെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകാൻ ഒരുപാട് താമസമെടുക്കുമെന്ന് അവൾക്കറിയാം. എങ്കിലും എല്ലാവരുടെയും മുമ്പിൽ ആ ഒരു വിഷമം ഉള്ളിലടക്കി അവൾ നിന്നു. താൻ കാരണം അവർ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് എന്ന് അവൾക്കറിയാം. കുറേ സമയത്തിന് ശേഷം കതക് തുറന്ന് ആരോ വരുന്നത് കണ്ടുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കിയത്. എല്ലാവരും രതീഷിനെ പ്രതീക്ഷിച്ചേ എങ്കിലും കതക് തുറന്ന് വരുന്ന ആളിനെ കണ്ടതും വൈഗയുടെ മുഖത്ത് ഒരു തിളക്കമുണ്ടായി. എന്നാൽ പെട്ടെന്ന് തന്നെ ആ തിളക്കം മാറുകയും ചെയ്തു. അവനെ തന്നെ നോക്കി നിന്നിരുന്ന ആ കണ്ണുകൾ അവനിൽ നിന്നും തെറ്റി അവൾ മുഖം തിരിച്ചു കിടന്നു. അവൾ മുഖം തിരിച്ചത് കണ്ടതും അവൻ്റെ മുഖത്ത് ആ സന്തോഷം ഒന്നും മങ്ങി. അത് മനസ്സിലായതുപോലെ കിച്ചു അവനെ വിളിച്ച് അകത്തേക്ക് കയറ്റി. അവൻ അകത്ത് കയറിയതും അവളെ തന്നെ നോക്കിയിരുന്നു. ഒരു വട്ടം പോലും അവൾ തിരിഞ്ഞ് തന്നെ ഒന്നും നോക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൻ ചോദിച്ചു, എങ്ങനെയുണ്ടിപ്പോൾ വേദയ്ക്ക്? അവൻ്റെ വേദ എന്ന വിളി അവളുടെ ഉള്ളൊന്ന് പൊള്ളിച്ചു. തന്നെ ഇത്രയും നാൾ ഇന്നോളം ശ്രീ വിളിച്ചിട്ടില്ല വേദ എന്ന്. എൻ്റെ കൃഷ്ണ എന്നല്ലാതെ വേറെ ഒന്നും ശ്രീ ഇന്നോളം തന്നെ വിളിച്ചിട്ടില്ല എൻ്റെ ശ്രീ. അവളുടെ ഉള്ളൊന്ന് മന്ത്രിച്ചു. എങ്കിലും അവൾ മുഖം തിരിച്ച് അവനെ ഒന്നും നോക്കാൻ നിന്നില്ല. ഇപ്പോൾ കുഴപ്പമില്ലടാ, ഒരാഴ്ച കൂടിയുണ്ട്. അതെന്താടാ ഒരാഴ്ച? ഇപ്പോൾ കുഴപ്പമില്ലെങ്കിൽ? അല്ല, അവൾ മെൻ്റലി ഫിസിക്കലി അല്പം വീക്കാണ്. അതുകൊണ്ട് സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കാണിക്കണം. എന്താടാ? കുഴപ്പമില്ലടാ, മെൻ്റലി ഇത്തിരി വീക്കല്ലേ, അതുകൊണ്ട് 2-3 കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അവൾ മെൻ്റലി അല്പം ഫിറ്റാകേണ്ട ആവശ്യമുണ്ട്. ഇനി എന്തൊരു പ്രോബ്ലം വന്നാലും അവൾ ഇതുപോലെയല്ല. എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത് അവളുടെ മനസ്സിന് ഇപ്പോഴില്ല. ആ ഒരു കരുത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോഴാണ് അമ്മയും അച്ഛനും ഇങ്ങനെയൊരു കാര്യം കൂടി ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഭദ്ര അവൻ്റെ അടുത്തേക്ക് വന്ന്, നീ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മയോടും അച്ഛനോടും പറഞ്ഞാൽ അമ്മയും അച്ഛനും സമ്മതിക്കുമോ? അമ്മയും അച്ഛനും എടുത്ത വായിക്ക് ചോദിക്കുന്നത് എൻ്റെ മോക്കെന്താ പ്രാന്താണോ എന്നല്ലേ. ഒരു സൈക്കാട്രിസ്റ്റിനെ ഒരിക്കലും കാണുന്ന ഒരു പ്രാന്തുള്ളവരല്ല. അല്പം പിരിമുറുക്കവും മാനസിക നിലയ്ക്ക് അല്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥയിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തനിക്ക് എല്ലാം തുറന്നു പറഞ്ഞ് തൻ്റെ പിരിമുറുക്കമൊക്കെ മാറ്റാൻ ഒരു ചെറിയൊരു കൗൺസിലിംഗ് പോലെ, അത്രമാത്രം, അതേ ഉള്ളൂ. അതിനാണ് എല്ലാവരും ചില സമയങ്ങളിൽ വന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത്. തനിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഫ്രണ്ടോ ഒരു നല്ല പാതയോ ഇല്ലാത്ത അവസരങ്ങളിലാണ്, അല്ല എങ്കിൽ അവരോട് ആരോടും ഷെയർ ചെയ്യാതെ തൻ്റെ മാനസിക നില ചിലപ്പോൾ തൻ്റെ കൈവിട്ട് പോകുമെന്ന് തോന്നുന്ന അവസരത്തിലും എല്ലാവരും സൈക്കാട്രിസ്റ്റിനെ തിരക്കി വരാറുണ്ട്. എന്തായാലും മോൾക്ക് 2-3 കൗൺസിലിംഗ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ വൈകാതെ തന്നെ വീട്ടിലേക്ക് വരും. അപ്പോൾ രതീഷ് എന്ന പേര് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിലെ ഭയം കണ്ടതും അത് ഹരിയും നിച്ചും നല്ലപോലെ കണ്ടിരുന്നു. ആ ഒരു ചാപ്റ്റർ എൻ്റെ മോളുടെ ജീവിതത്തിൽ അടഞ്ഞ ഒരു അധ്യായമാണ്. ഇനി രതീഷ് ഇനി എത്ര വിചാരിച്ചാലും എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് ഇനി അവന് യാതൊരു സ്ഥാനവുമില്ല. എത്രയും പെട്ടെന്നെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും എൻ്റെ മോൾക്ക് മോചനം വേണം. പിന്നെ അവളുടെ പഠനം തുടരണം. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി വാങ്ങണം. ഇപ്പോൾ അതേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. പിന്നീട് അവൾക്കൊരു ലൈഫ്
ഒരു ലൈഫ് പാർട്ട്ണറെ വേണമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഒരു ജീവിതം അവളാൽ സ്വന്തമായി കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങളായ അവളുടെ ജീവിതത്തിൽ യാതൊരു രീതിയിലും ഒന്നും അടിച്ചേൽപ്പിക്കില്ല. അവൻ അത്രത്തോളം പറഞ്ഞതും അതൊരാശ്വാസം പോലെയായിരുന്നു അവൾക്ക്. ഇനി രതീഷിനെ കാണണ്ടല്ലോ. താൻ അവിടെ ആ നരകത്തിൽ കിടന്ന് അനുഭവിച്ച ക്രൂരതയ്ക്കും യാതനയ്ക്കും ഇന്നോടുകൂടി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണെന്ന് അവളുടെ മനസ്സ് അവളോട് തന്നെ മന്ത്രിച്ചു. അതൊരാശ്വാസം തന്നെയായിരുന്നു ആ പെണ്ണിന്. കുറച്ചു നേരം കൂടി ഹരി അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം പോകാനിറങ്ങിയതും പത്മനാഭനെ കണ്ട് ഒന്ന് കോട്ടിച്ചിരിക്കാനും മറന്നില്ല. അയാൾ തൻ്റെ മകൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റായി കണ്ടെത്തിയതിൻ്റെ ഭാഗമാണ് മകൾ ഇവിടെ കിടക്കുന്നത് എന്ന ഒരർത്ഥം ആ കോട്ടിച്ചിരിയിലുണ്ടായിരുന്നു എന്ന് പത്മനാഭന് മനസ്സിലായി. കതവ് തുറന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയ ഹരി ഒന്ന് നിന്ന് വേദയും കിച്ചുവിനെയും അമ്മയും പത്മനാഭനെയും ഒന്ന് നോക്കി. നിങ്ങളുടെ മരുമകൻ അപ്പുറത്തെ റൂമിൽ കിടപ്പുണ്ട്. നട്ടെല്ലും കൈയും കാലും ഒക്കെ ഒടിഞ്ഞെന്നാണ് അറിഞ്ഞത്. പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോൾ അവനുണ്ടാകുന്ന വികാരം ഇനി അവനുണ്ടാകത്തില്ല. അതെന്തായാലും ആരോ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴായിരുന്നു സ്ട്രക്ചറിൽ അവനെ അങ്ങോട്ട് കൊണ്ടുവന്നത്. കാര്യം തിരക്കിയപ്പോഴാണ് ഡോക്ടർ ഇത്രയും കാര്യം പറഞ്ഞത്. അത്രയും പറഞ്ഞതും കിച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഹരി അവനെ തലയാട്ടിക്കാട്ടി അവൻ പുറത്തേക്ക് പോയി. ഹരി പോയതും വേദ ഹരിയുടെ ഓർമ്മകൾ മുഴുകി. ശ്രീ ശ്രീ എങ്ങോട്ടാ? പുറയിൽ നിന്നും വിളിക്കുന്ന പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കി ശ്രീഹരി. എടി പെണ്ണെ, നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശ്രീ ശ്രീ എന്ന് വിളിക്കരുതെന്ന്. പിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ എൻ്റെ ശ്രീയെ? പത്മനാഭൻ്റെയും ഭദ്രയുടെയും എല്ലാം ആയ ഒരു കുട്ടിക്കുറുമ്പിയാണ് ഈ നിൽക്കുന്നത്. അവളാണ് കൃഷ്ണവേദ പത്മനാഭൻ. അവൾ മാത്രമല്ല കേട്ടോ, കൃഷ്ണകുമാർ പത്മനാഭൻ എന്നൊരു ചേട്ടൻ കൂടി ഇവൾക്കുണ്ട്. അതായത് നമ്മുടെ കിച്ചേട്ടൻ. പിന്നെ ഈ കുട്ടിക്കുറുമ്പയോടൊപ്പം സംസാരിച്ച് നിൽക്കുന്നവനാണ് ശ്രീഹരി എന്ന ഹരി. എല്ലാവർക്കും ഹരിയായപ്പോൾ അവൾക്ക് മാത്രം ശ്രീയായി. അതുപോലെ തന്നെയാണ് കൃഷ്ണവേദ എല്ലാവർക്കും വേദയായപ്പോൾ അവന് മാത്രം അവൻ്റെ സ്വന്തം കൃഷ്ണയായി. പിന്നെ അവളുടെ അമ്മയാണ് രാധാമണി, ഒരു തയ്യൽ തൊഴിലാളി. ഭർത്താവ് വിവാഹം കഴിഞ്ഞ് ശ്രീഹരിയെ ഗർഭിണിയായപ്പോൾ തന്നെ അയാൾ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി. രാധാമണി ഒരു നല്ല തയ്യൽ തൊഴിലാളി ആയതുകൊണ്ടും അവിടെ നിന്നും നല്ലൊരു വരുമാനം തന്നെ രാധാമണിക്ക് ലഭിച്ചിരുന്നു. അതുവഴിയാണ് ശ്രീഹരിയും രാധാമണിയും ജീവിക്കുന്നത്. ആ തയ്യലിൽ നിന്ന് തന്നെ വരുമാനം കണ്ടെത്തി ശ്രീഹരിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെ രാധാമണി നൽകുകയും ചെയ്തു. എൻ്റെ കൃഷ്ണ, നീ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുത്. നീ പാ നോക്കിയെന്ന് എനിക്കിന്ന് കോളേജിൽ പോകണ്ടേ? പോകണമല്ലോ. പിന്നെന്താ രാവിലെ ഇവിടെ നിന്ന് കറങ്ങുന്ന? പാ നോക്കടി കോളേജിൽ. അതൊക്കെ ഇരിക്കട്ടെ, ഇന്നലെ എന്തായിരുന്നു പാടത്ത് നിന്നും ആ ശ്രുതി ടീച്ചറുമായിട്ട് വലിയ കിന്നരിച്ച് സംസാരിക്കുന്ന കേട്ടല്ലോ. ഞാനിപ്പോൾ ആരോട് സംസാരിച്ചാലും നിനക്കെന്താടി? ആ ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ 100 വോൾട്ടിൻ്റെ ചിരിയായിരുന്നല്ലേ. എന്നോട് സംസാരിക്കാൻ മാത്രം നിങ്ങളുടെ മുഖത്ത് കടന്തൽ കുത്തുമോ മനുഷ്യ? അറിയാമ്പോൾ ഞാൻ ചോദിക്കുക. അതങ്ങനെയാണ്. നിനക്കെന്ത് വേണം? അതിരിക്കട്ടെ, എന്താ ടീച്ചർ പറഞ്ഞത്? അത് എന്താ അത് ഇത്ര നീട്ടെന്താ? അത് നീട്ടാതെ കാര്യം പറ മനുഷ്യ. അത് ശ്രുതി ടീച്ചറിന് എന്നെ ഇഷ്ടമാണെന്ന്, എൻ്റെ ഭാര്യയാവാനും താല്പര്യമുണ്ടെന്ന് കുറേ നാളായി ടീച്ചറിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടെന്ന്. ഇത്രയും പറഞ്ഞതും നമ്മുടെ കൃഷ്ണയുടെ മുഖം ഒന്നിരുണ്ടു. അവൾ അവിടെ നിന്നും അവനെ രൂക്ഷമായൊന്ന് നോക്കി. ഞാൻ പോവുക, അത്രയും പറഞ്ഞുകൊണ്ട് പോയി. എന്താടി ഇനി ഒന്നും മിണ്ടാതങ്ങ് പോന്നേ? ഞാൻ എന്ത് പറയണം? നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് അത് പറ. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവന് മറുപടി കൊടുത്ത് അവിടെ നിന്നും പോയി. ഇങ്ങനെ ഒരു കുശുമ്പിപ്പാറു. അത്രയും പറഞ്ഞ് അവൻ പാടത്തേക്ക് ഇറങ്ങി. അല്ലെങ്കിൽ ആ പെണ്ണുമ്പിളേക്ക് ഹരിയേട്ടനെ കാണുമ്പോൾ ഒരു ഇത്തിരി അടക്കം കൂടുതലുള്ള കൂട്ടത്തിലാണ്. കൊത്തി മുറത്തി കയറി ഒന്ന് കാണട്ടെ പെണ്ണുമ്പിളേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോഴാണ് ശ്രുതി ടീച്ചർ അവൾക്ക് ഓപ്പോസിറ്റായിട്ട് വന്ന്. അവൾ മുഖം ഒന്ന് കൂട്ടി തിരിഞ്ഞു പോയി. എന്താ വേദേ നീ തിരിഞ്ഞു നോക്കി അങ്ങ് പോന്നേ? ഒന്നുമില്ല. ഓ, ശബ്ദത്തിന് നല്ല കനമാണല്ലേ. എന്തായാലും പറ്റിയ എൻ്റെ കുട്ടിക്കുറുമ്പിക്ക്? ഞാൻ നിങ്ങളുടെ കുട്ടിക്കുറുമ്പിയൊന്നും അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. ഓ, ഭയങ്കര ദേഷ്യത്തിലാന്നല്ലോ. ഈ പെണ്ണെ പറഞ്ഞിട്ട് പോടി. ഒന്നുമില്ല. എന്നാ നിൽക്ക്, എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു നിർത്തി. വേദ താല്പര്യമില്ലാതെ ശ്രീ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ എൻ്റെ കുട്ടിക്കുറുമ്പിക്കൊരു ദേഷ്യം പോലെ? ഒന്നുമില്ല ടീച്ചറെ, എന്തിനാ പിടിച്ചു നിർത്തിയേ? കാര്യം പറ. അതേ, നാളെ എൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് ഹരിച്ചേട്ടൻ്റെയും കിച്ചേട്ടൻ്റെയും കൂടെ അങ്ങ് വീട്ടിലേക്ക് വരണം കേട്ടോ.
ഹരിയേട്ടനോടും കിച്ചേട്ടനോടും പറഞ്ഞു, എന്നിട്ട് അവർ രണ്ടും എന്നോട് പറഞ്ഞില്ലല്ലോ. എൻ്റെ കുട്ടിക്കുറുമ്പിയെ ഞാൻ നേരിട്ട് വിളിച്ചോളാം ഞാൻ അവരോട് പറഞ്ഞു. അതുകൊണ്ടാണ് രണ്ടുപേരും പറയാഞ്ഞത്. അങ്ങ് വന്നേക്കണേ എൻ്റെ കുട്ടിക്കുറുമ്പി. ഓ വന്നേക്കാമേ ടീച്ചറേ. ഇപ്പോൾ ടീച്ചർ സ്കൂളിലേക്ക് പോയി, ഇപ്പം തന്നെ താമസിച്ചു. ഓ ഞാനത് മറന്നു. അത്രയും പറഞ്ഞുകൊണ്ട് സുധി ടീച്ചർ സ്കൂളിലേക്കായി തിരിഞ്ഞു. അല്ലെങ്കിലും എന്നെ വേണം അടിക്കണം. ഈ പാവത്തിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞപ്പോൾ അതാ ഞാൻ വിശ്വസിക്കാൻ നിന്നു. ഒന്ന് കാണട്ടെ, ഹരിയേട്ടന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. അവൾ പിറുപുറത്തോണ്ട് തൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്താടി പെണ്ണെ പിറുപുറത്തോണ്ട് കയറി വരുന്നേ? ഒന്നുമില്ല അമ്മ. കിച്ചേട്ടൻ എന്തേ? അവൻ രാവിലെ തന്നെ ആരെ കാണണമെന്ന് പറഞ്ഞു പോയി. കിച്ചേട്ടൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നാളത്തെ കാര്യം? ആ പറഞ്ഞിരുന്നു, ശ്രുതി ടീച്ചറിൻ്റെ വീട്ടിൽ നാളെ നിശ്ചയമാണെന്ന്. പിന്നെ ശ്രുതി ടീച്ചറിൻ്റെ അച്ഛനും അമ്മയും വന്ന് എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് നിങ്ങളാരും എന്നോട് പറയാഞ്ഞെന്തേ? അത് ശ്രുതിമോളാ പറഞ്ഞത്, നിന്നെ നേരിട്ട് തന്നെ അവൾക്ക് വിളിക്കണമെന്ന്. അവൾ നിന്നെ അവളുടെ സ്വന്തം അനുജത്തിയായിട്ടല്ലേ കാണുന്നേ. അതുകൊണ്ട് ആഹാരവും കഴിച്ച് തൻ്റെ ബാഗും എടുത്ത് കോളേജിലേക്ക് പോയി. കോളേജിൽ ചെന്നപ്പോൾ തൻ്റെ കൂട്ടുകാരികളെല്ലാവരും ഉണ്ട്. എന്താ മുഖത്ത് ഒരു വീർപ്പിച്ച് കെട്ടിയതുപോലെ? ഒന്നുമില്ല. അതെന്താ ഒരു ഒന്നുമില്ലായ്മയിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. അത് എന്താടി പെണ്ണേ പറ. അത് കിച്ചേട്ടനും ഹരിയേട്ടനും എന്നോട് സുധ ടീച്ചറിൻ്റെ കല്യാണം നിശ്ചയമാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. വീട്ടിലുള്ളവരും പറഞ്ഞില്ല. അതിനെന്താ ഇപ്പം നീ എങ്ങനെ അറിഞ്ഞു? എന്നോട് സുധി ടീച്ചർ തന്നെ പറഞ്ഞു. ഇപ്പം ടീച്ചർ പറഞ്ഞില്ലേ, അത് പോരെ. എന്നാലും അവരറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ല. ഞാൻ അറിയുന്ന കാര്യമല്ല അവരോട് ഷെയർ ചെയ്യും. അവരെന്താ എന്നോട് പറഞ്ഞ? അതിലെന്തോ പ്രത്യേകിച്ച് സുധി ടീച്ചർ തന്നെ പറഞ്ഞു കാണും. നിന്നോട് കാര്യമായിട്ട് അവർ തന്നെ പറഞ്ഞോളാമെന്ന്. അതായിരിക്കും. പിന്നെ എന്തിനടി പൊട്ടിക്കളി ഈ മുഖം വലിച്ചിറക്കുന്ന കാര്യം? ഇതാണെന്നറിയാമല്ലോ. പിന്നെന്തിനാ ചുമ്മാ ഒരു രസം. നിനക്ക് രസവും സാമ്പാറും ഒക്കെ ഇച്ചിരി കൂടുന്നുണ്ട്. നാളെ നിങ്ങളും വരുമോ ശ്രുതി ടീച്ചറിൻ്റെ വീട്ടിലേക്ക്? അതിന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ. ശ്രുതി ടീച്ചറിൻ്റെ അനിയത്തി എന്ന നിലയ്ക്കാണ് എന്നെ വിളിച്ചേക്കുന്നത്. അന്നേരം ഈ അനിയത്തിയായി ഞാൻ വിളിച്ചാൽ പോരെ? നിങ്ങൾ വരുമോ? ആ നാളെ എങ്ങനെ ലീവ് എടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. കൂട്ടുകാരിൽ ഒരാളായ ലിജി അവളോട് കയറി പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളും കാണും. ബാക്കിയുള്ള മാളുവും മീനും അവളോടായി പറഞ്ഞു. 10 മണിയാകുമ്പോഴത്തേക്ക് ചെറുക്കൻ കൂട്ടർ വരുമെന്നാ ടീച്ചർ പറഞ്ഞത്. നമുക്കൊരു 7:30 എന്ന ടീച്ചറിൻ്റെ വീട്ടിൽ ചെല്ലാം. ഇത്ര രാവിലെ എന്തിനാടി വല്ലവരും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ? അത് ടീച്ചറിനെ ഒരുക്കണം, സാരി ഉടുപ്പിക്കണം, മുല്ലപ്പൂ വെക്കണം. പിന്നെ കൂട്ടത്തിൽ നമുക്കൊന്ന് റെഡി ആവാമല്ലോ. എത്രയോ നല്ല ആൺപിള്ളേർ വരുന്നതാ. വേദ അവളോടായി പറഞ്ഞു. അതൊക്കെ ശരി, പക്ഷെ ഈ 7:30 എന്നുള്ള സമയം നീ കണ്ടിട്ടുണ്ടോ എൻ്റെ വേദയെ? ഡീ അതിരിക്കട്ടെ, നീ കണ്ടിട്ടുണ്ടോടി 7:30? അതേ ചോദ്യം തന്നെ ലിജിയോട് അവൾ തിരിച്ചു ചോദിച്ചു. ലിജി ഒന്ന് പരിങ്ങി തലയൊന്ന് ചൊറി. നീ കൂടുതൽ തല ചൊറിയണ്ട, എനിക്കറിയാം. നീ ഇങ്ങനൊരു സംഭവം കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് നീ ടൈം മാറ്റാൻ വേണ്ടിയല്ലേ നീ നിന്നെ. എന്തായാലും 10 മണിക്ക് മുമ്പ് നീ അങ്ങ് എത്തിയാൽ മതി. നിനക്കറിയാലോ ശ്രുതി ടീച്ചറിൻ്റെ ഇവിടെ. ആ എനിക്കറിയാം. എങ്കിൽ ശരി. അത്രയും പറഞ്ഞ് അന്നത്തെ ദിവസം അവരെല്ലാവരും അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ 7:30 ആയപ്പോൾ തന്നെ മീനും മാളും അവളുടെ വീട്ടിലെത്തിയിരുന്നു. അവർ ചെല്ലുമ്പോൾ നമ്മുടെ വേദക്കൊച്ചും റെഡിയായിരുന്നു. ലിജി ആ പോത്ത് ഉറക്കം പോലും എഴുന്നേറ്റിട്ടില്ല. വിളിച്ചുണർത്തി വിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ വരാമെന്നാ പറഞ്ഞ്. എന്നാൽ പിന്നെ 9 മണി നോക്കിയാൽ മതി. അവൾ വീണ്ടും തിരിഞ്ഞിടന്ന് ഉറങ്ങിക്കാണും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ലിജിയും അവരുടെ വീട്ടിൽ ഹാജർ വെച്ചു. ഇന്ന് കാക്ക മലന്ന് പറക്കുമല്ലോടി, മീനും മാളുവിനോടായി പറഞ്ഞു. അതെന്താടി? ഇല്ല, വാതിലോട്ടൊന്ന് നോക്കിയേ. പട്ടുപാവാട ഉടുപ്പും ഇട്ട് ലിജി കയറി വരുന്നു. നീ എന്താടി ഈ വേഷത്തിൽ? അല്ല, 10 ആൺപിള്ളേരൊക്കെ വരുന്നേല്ലേ, അല്പം നാടൻ വേഷം ആയിക്കോട്ടെ എന്ന് കരുതി. ആരെങ്കിലും അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട് വന്ന് വീട്ടിൽ ആലോചിച്ച പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് അങ്ങ് പോവാമല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരാഗ്രഹം, അത്രേ ഉള്ളൂ. മറ്റുള്ളവരും അതുപോലെ തന്നെ പട്ടുപാവാടയും ചുരിദാറും ഒക്കെ തന്നെയായിരുന്നു. 4 പേരും കൂടി ശ്രുതി ടീച്ചറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഹരിയും കിച്ചുവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ധൃതിയിൽ ഓടി നടന്ന് ഓരോ ജോലികൾ ചെയ്യുകയായിരുന്നു. അവരെ മൈൻഡ് വെക്കാതെ അകത്തേക്ക് കയറി ശ്രുതി ടീച്ചറിൻ്റെ റൂമിൽ ചെന്നു. എൻ്റെ കുട്ടിക്കുറുമ്പികളും വാലും വന്നോ? അതെങ്ങനെ അറിയാം ഞങ്ങൾ വരുമെന്ന്? നീ എവിടെ ഉണ്ടോ അവിടെ നിൻ്റെ വാലുകളും കാണുമല്ലോ. അതുകൊണ്ടാണ് നിന്നെ പ്രത്യേകം വിളിച്ചത്. നിൻ്റെ വാലുകളെ നീ കൂട്ടി വരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇവളുടെ വാലൊന്നുമല്ല, ലിജി അല്പം കുറുമ്പോടെ പറഞ്ഞു. അയ്യോ അല്ല ലിജി മോളെ, എനിക്കറിയാം നീ ഇവളുടെ കൊമ്പാണെന്നുള്ളത്. അവളൊന്ന് ഇളിച്ചു കാട്ടി. 4 പേരും വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? ഞങ്ങൾ 3 പേരും
ഇവളുടെ വീട്ടിൽ നിന്ന് കഴിച്ചു. വേദയെ ചൂണ്ടിക്കാട്ടി മീനു പറഞ്ഞു. ഇവളവളുടെ വീട്ടിൽ നിന്ന് കഴിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല. അല്ല ലിജിമോളെ, നീ എന്താ ജീൻസും ടോപ്പിന്നൊക്കെ മാറി ഇന്ന് പട്ടുപാവാട ഉടുപ്പും? അതോ? മാളു കയറി പറയാൻ തുടങ്ങി. ഒന്നുമില്ല, ഒരു വെറൈറ്റിക്കായിട്ട് ഇട്ടതാ, ലിജു കയറി പെട്ടെന്ന് തന്നെ പറഞ്ഞു. അതിൽ എന്തൊക്കെ കള്ളത്തരം ഉണ്ടല്ലോ ലിജിമോളെ, ശ്രുതി ടീച്ചർ അവളോടായി ചോദിച്ചു. അതൊന്നുമില്ല എൻ്റെ പൊന്നു ടീച്ചറെ, വേദ വന്ന് പറഞ്ഞു. ഇവിടെ ഇന്ന് നിശ്ചയമല്ലേ, ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾ വരുമ്പോൾ 10 ആമ്പിള്ളേർ വരുന്നില്ലേ, അതുകൊണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു നിർഭാഗ്യവാനുണ്ടെങ്കിൽ ഇവളെ ഇഷ്ടപ്പെട്ട് വീട്ടിൽ ചെന്ന് പെണ്ണ് കഴിക്കുന്ന പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് പോകല്ലോ. അത്രയേ ഉള്ളൂ, ചെറിയൊരാഗ്രഹം. അതിനുവേണ്ടി അവൾ ഇന്ന് ഈ നാടൻ വേഷത്തിൽ വന്നു. ഈ വേഷത്തിലെങ്കിലും കണ്ട് അവളെ ആരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടത്തേ എന്നുള്ള കൊച്ചിൻ്റെ ആഗ്രഹവും കൊണ്ടാണ്. വേദയുടെ സംസാരം കേട്ടത് ശ്രുതി ടീച്ചറിന് ചിരി വന്നു. കുറേ സമയത്തിന് ശേഷം ചെക്കൻ്റെ വീട്ടുകാരെല്ലാം വന്നു. നിശ്ചയത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. നമ്മുടെ പിള്ളേർ ആഗ്രഹിച്ചതുപോലെ തന്നെ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഒന്നും വിടാതെ നമ്മുടെ പിള്ളേർ 4 കൂടി നല്ല നൈസായിട്ട് വായി നോക്കി നിൽക്കുമ്പോഴാണ് അവർക്ക് തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഹരിയെ വേദ കാണുന്നത്. വേദ അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വീണ്ടും തങ്ങളുടെ ഡ്യൂട്ടിയിലേക്ക് തിരിഞ്ഞതും ഹരി വേഗം തന്നെ വേദയുടെ അടുത്ത് വന്ന് അവളുടെ കൈയും പിടിച്ച് കുറച്ചപ്പുറത്തോട്ട് മാറി നിന്നു. നോക്കിയപ്പോൾ ആ പരിസരത്തു നിന്നും ആരുമില്ല. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി എല്ലാവരും നിശ്ചയം നടക്കുന്നിടത്താണെന്ന്. എന്താ ഹരിയേട്ടൻ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? നീ എന്തുവായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ അവിടെ വന്ന ആമ്പിള്ളേരെ ഒന്ന് വിടാതെ നീ വായി നോക്കുന്നുണ്ടല്ലോ. അതൊരു രസം. ആ രസം വേണ്ട. അതെന്താ, എനിക്ക് ആരെങ്കിലും വായി നോക്കിക്കൂടെ? വേണ്ടാന്നല്ലേ പറഞ്ഞേ. നീ വായി നോക്കുന്നെങ്കിൽ എന്നെ മാത്രം നോക്കിയാൽ മതി. ഇനി എന്നെ അല്ലാതെ വേറെ ആരെയെങ്കിലും നീ വായി നോക്കുന്ന കണ്ടാൽ അവളൊരു കുറുമ്പോടെ തന്നെ ചോദിച്ചു. കണ്ടാൽ ഇപ്പം തരാം. അത്രയും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി തന്നോട് ചേർത്ത് നിർത്തി. അവളുടെ ഷോൾഡറിൽ നിന്നും അല്പം ഡ്രസ്സ് താഴോട്ട് താഴ്ത്തി അവിടെ ഒരു കടി കൊടുത്തു. കടി നല്ല വേദന ഉള്ളതായതുകൊണ്ട് കുട്ടി ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ നിന്നു. അവൻ അവിടെ നിന്നും തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളെല്ലാം നിറഞ്ഞു നിൽക്കുക. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ഇതിൽ വലുത് എനിക്ക് തരാനറിയാം. പക്ഷെ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നേക്കുന്നത്. ഇനി നീ ഇത് ആവർത്തിച്ചാൽ എല്ലാവരും കാണുന്ന രീതിയിൽ കാണുന്നിടത്ത് തരും. പറഞ്ഞത് കേട്ടല്ലോ. അത്രയും പറഞ്ഞ് അവളുടെ ഇടുപ്പിൽ നിന്നും കൈമാറ്റി അവൻ നിശ്ചയം നടക്കുന്നിടത്തേക്ക് പോയി. അവൻ്റെ ചുണ്ടുകൾ ഒരു ചെറിയ കള്ളച്ചിരി ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഷോൾഡറിലെ ഡ്രസ്സ് പിടിച്ചിട്ടുകൊണ്ട് അവൻ്റെ പിറകെ തന്നെ പോയി. കൂട്ടുകാരെടുത്തു. എന്താടി നീ എവിടെ പോയായിരുന്നു? അത് ബാത്റൂമിലൊന്ന് പോയി, അവൾ വിക്കലോടെ പറഞ്ഞു. അവർ മൂവരും അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ ബാത്റൂമിൽ തന്നെയാണോ പോയത്? അതെന്താടി നിങ്ങളങ്ങനെ? അല്ല, ഹരിയേട്ടനും നിൻ്റെ ഒപ്പം തന്നെ ബാത്റൂമിൽ ഉണ്ടായിരുന്നോ? കണ്ടോ? ഞങ്ങളാരും കണ്ടില്ല. അവളൊന്ന് ഇളിച്ചു കാട്ടി. എന്താണ് രണ്ടുപേരും? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണി കണ്ട് നൈസായിട്ടൊന്ന് പൊക്കിയത്, വേറെ ഒന്നുമില്ല. അതിനൊന്നും കിട്ടിയില്ലേ? വഴക്ക് പറഞ്ഞ് വിട്ടു. അതത്ര വിശ്വാസയോഗ്യമല്ലല്ലോ മോളെ. ലിജി അടിമുടി വേദയെ ഒന്ന് നോക്കി. എന്നിട്ട് അവളുടെ കഴുത്തിലും കവിളിലും കയ്യിലും എല്ലാം ഒന്ന് പരിശോധിച്ചു. ഇവിടെങ്ങും പാടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നീട് അവർ 4 പേരും കളിയും ചിരിയുമായി അന്നേ അതേ ദിവസം അങ്ങനെ കടന്നുപോയി. ദിവസങ്ങൾ വീണ്ടും വേഗത്തിൽ കടന്നുപോയി. ഇതിനിടയിൽ തന്നെ ശ്രീയുടെയും അവൻ്റെ കൃഷ്ണയുടെയും പ്രണയം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കിച്ചുവിന് അറിയാമായിരുന്നു. കിച്ചുവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയായിരുന്നു ഹരി അവൻ്റെ പ്രണയം വേദയോട് പറഞ്ഞിരുന്നത്. പക്ഷേ അത് നമ്മുടെ വേദക്കുട്ടിക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കിച്ചു അവരുടെ അടുത്തേക്ക് വരുന്നത്. കിച്ചുവിനെ കണ്ടതും പെട്ടെന്ന് വേദ അവിടെ നിന്ന് പോകാനിരിക്കതും ഹരി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ ഏട്ടാ, വിട്ട്, കിച്ചേട്ടൻ വരുന്നു. അവൾ വെപ്രാളത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചിരിയോടെ തന്നെയാണ് നിൽക്കുന്നത്. അവൾ അവൻ്റെ ചിരിയിലൊന്ന് മയങ്ങി അവനെ തന്നെ നോക്കി നിന്ന് അതേസമയം തന്നെ കിച്ചു അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ്
ഇണക്കുരുകൾ രണ്ടും കൂടെ ഇന്ന് അടിയൊന്നുമില്ലേ? അവൻ്റെ സംസാരം കേട്ടപ്പോൾ വേദ പെട്ടെന്ന് തന്നെ ഹരിയെ നോക്കി. ഹരി ഒരു കള്ളച്ചിരിയോടെ തന്നെ അവളെ തന്നെ നോക്കിയിരുന്നു. വേദയുടെ തലക്കിട്ട് കിച്ചു ഒരു തട്ട് കൊടുത്തിട്ട്, നീ എന്താ പറയുന്നത്? എൻ്റെ കിച്ചേട്ടൻ അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ലേ, എന്നിട്ട് ഈ ഒരു കാര്യം എന്താടി പറയാഞ്ഞേ? നീ എന്നോട് മറച്ചു വെച്ച്. ഇവൻ എൻ്റെ ഉറ്റ മിത്രമായതുകൊണ്ടും ഇങ്ങനെ ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായപ്പോൾ അവൻ ആദ്യം എന്നോടാണ് പറഞ്ഞത്. എൻ്റെ അനുവാദം കിട്ടിയതിന് ശേഷം ഈ മരഭൂതത്തിനെ അവൻ എടുത്ത് തലയിൽ വെച്ചത് കേട്ടോ. മരഭൂതം ഇയാടെ കെട്ടിയോള് ഡീ ആന്നടോ, എന്താ വേണം? കിച്ചും വേദയും കൂടി അവിടെ കിടന്ന് അടി കൂടാൻ തുടങ്ങി. രണ്ടും കൂടെ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത്രയും വലുതായില്ലയോടാ കിച്ചു, നിനക്കൊന്ന് നിർത്തിക്കൂടാ? അവളോ ഇങ്ങനെയാ, അതൊക്കെ രസമില്ലയോടാ. എന്താണ് അളിയൻസ് ഇന്ന് എന്നെ തിരക്കി ഇങ്ങോട്ട് വന്നത്? അത് ഒരു കാര്യമുണ്ട് ഹരി, അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അത് നോക്കി തന്നെ വേദയും അവർക്കൊപ്പമുണ്ട്. വേദ, നീ വീട്ടിലോട്ട് പോ, ഞാൻ അങ്ങോട്ട് വരാം. അവൻ അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ തന്നെ കാര്യം അല്പം സീരിയസ് ആണെന്ന് അവന് മനസ്സിലായി. വേദ പോയതും ഹരി കിച്ചനോടെ, എന്താടാ കാര്യം, എന്താ? വേദയ്ക്ക് നല്ലൊരു കല്യാണാലോചന എത്തിയിട്ടുണ്ട്. അച്ഛൻ അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നീ എത്രയും പെട്ടെന്ന് തന്നെ വേദയെ വന്ന് ചോദിക്കണം. ഇല്ല എങ്കിൽ പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. നിനക്കറിയാമല്ലോ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ഒരാളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തല പോയാലും അതിൽ നിന്ന് മാറില്ല. നിൻ്റെ അച്ഛൻ സമ്മതിക്കൂടാ അവളെ എനിക്ക് തരാൻ? അതുമാത്രമല്ല, ഞാനൊരു കൃഷിക്കാരൻ എന്താടാ, ജീവിക്കാൻ മാർഗമില്ലേ? നീ ഏക്കർ കണക്കിനുള്ള വസ്തുവിനകത്ത് ഇത്രത്തോളം കൃഷി ചെയ്യുന്നു. അതുമാത്രമല്ല, നിനക്ക് നല്ല വിദ്യാഭ്യാസമില്ലേ? നല്ലൊരു ജോലി കിട്ടിയത് കളഞ്ഞിട്ടല്ലേ നീ ഇപ്പം കൃഷിയിലോട്ട് ഇറങ്ങിയത്? അന്ന് ആ ജോലി കളയുന്നതിന് മുമ്പ് 100 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞ് കളയല്ലേ. നീ അത് കേട്ടില്ല. എടാ, എൻ്റെ അമ്മ മാത്രമേ ഉള്ളടാ ഇവിടെ. അതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ നിനക്ക് അമ്മ എന്നെ ഇത്ര വിദ്യാഭ്യാസം തന്നത്? അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി നീ ആ ജോലിയിൽ തന്നെ നിലനിൽക്കണമായിരുന്നു. എന്നിട്ട് നിൻ്റെ ഒപ്പം തന്നെ അമ്മയെ കൊണ്ടുപോകണമായിരുന്നു. അതിന് ശേഷം വന്ന് വേദയെ പെണ്ണ് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ അച്ഛൻ കണ്ണും പൊട്ടി വേദയെ തന്നേനെ. പക്ഷേ ഇതിപ്പം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നീ വളരെ താമസിക്കാതെ തന്നെ മാക്സിമം നാളെ തന്നെ വന്ന് അമ്മയുമായി അവളെ ഒന്ന് പെണ്ണ് ചോദിക്കുക. എൻ്റെ മോള് കരയുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടെങ്കിലും ഒരു പാവമാണ്. അത് നീ പ്രത്യേകിച്ച് പറയണ്ടാക്കിച്ചു. എനിക്കറിഞ്ഞൂടെ എൻ്റെ പെണ്ണിനെ. അതുകൊണ്ടാണ് പറഞ്ഞ അവളുടെ കണ്ണ് നിറഞ്ഞാൽ എനിക്കത് സഹിക്കില്ല. അതുകൊണ്ടാണ്. പിന്നെ അച്ഛൻ്റെ പിടിവാശിയും കാര്യങ്ങളും നിനക്കറിയാമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ആരോടും ചോദിക്കില്ല, അവളുടെ ഇഷ്ടത്തിന് പോലും നിൽക്കത്തില്ല. അവൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതായിരിക്കും അച്ഛൻ്റെ തീരുമാനം. പക്ഷേ അവളുടെ സന്തോഷം ഒന്നും അച്ഛൻ കണക്ക് കൂട്ടത്തില്ല. അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അറിയാടാ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം. അഭിമാനം വിട്ടുകളിക്കാത്ത ഒരു മനുഷ്യനാണ്. അതിനൊക്കെ ഉപരി പണത്തിനും പ്രതാപത്തിനും ആ ഒരു ഭാഗം കൊണ്ട് ഞങ്ങൾ ഒരുപാട് താഴെയല്ലേ നിങ്ങളിൽ നിന്നും. നീ എന്തായാലും ഇപ്പോൾ അതൊന്നും നോക്കണ്ട. പിന്നെ നീ വന്ന് സംസാരിച്ചതിന് ശേഷം അച്ഛനോട് ഞാൻ സംസാരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് ഹരി അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ മനസ്സ് കലങ്ങി മറിയുക. അവനറിയാം അവൻ്റെ അച്ഛൻ സമ്മതിക്കില്ല. അവളുടെ അച്ഛൻ സമ്മതിച്ചില്ല എങ്കിൽ തങ്ങൾ എങ്ങനെ? അതുമാത്രമല്ല, അച്ഛൻ പറയുന്ന വാക്കിനപ്പുറം നിൽക്കാത്തവളാണ് തൻ്റെ പെണ്ണ്. ചിലപ്പോൾ തന്നെ വേണ്ട എന്ന് വെക്കാൻ അദ്ദേഹം പറഞ്ഞാൽ അതും ചെയ്യും അവൾ. അവളെക്കൊണ്ടാകുമോ? അവൾ ചെയ്യും. അവളുടെ കുടുംബത്തിന് വേണ്ടി. അവൾക്ക് അത്ര ഇഷ്ടമാണ് അവളുടെ അച്ഛനും അമ്മയും. മറ്റുള്ളവരുടെ മുമ്പിൽ അവളുടെ അച്ഛൻ തല താഴ്ത്തി നിൽക്കുന്നത് അവൾക്ക് സഹിക്കില്ല. അതിനുവേണ്ടി എന്തും ചെയ്യും ആ പൊട്ടിപ്പെണ്ണ്. ഹരി പിറ്റേന്ന് തന്നെ അമ്മയും കൂട്ടി വേദയുടെ വീട്ടിൽ വന്ന് പത്മനാഭനെ കണ്ട് പെണ്ണ് ചോദിച്ചിരുന്നു. പത്മനാഭൻ എടുത്തടിച്ചതുപോലെ തന്നെ പറഞ്ഞു, തൻ്റെ മോളെ കെട്ടിച്ച് തരില്ല എന്ന്. വെറും ഒരു കൃഷിക്കാരൻ്റെ കൂടെ ജീവിതം ഹോമിക്കാനുള്ളതല്ല എൻ്റെ മകളുടേന്ന്. അത് നേരത്തെ പ്രതീക്ഷിച്ചതായതുകൊണ്ട് ഹരിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. കിച്ചു അവനെ കണ്ണടച്ച് കാട്ടി ഞാൻ സമ്മതിപ്പിക്കാം എന്ന രീതിയിൽ അവൻ അവൻ്റെ അമ്മയെ കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. അവനോട് എന്തു പറയണം, എങ്ങനെ പറയണമെന്നൊന്നും കിച്ചുവിന് അറിയില്ലായിരുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം കിച്ചു ഹരിയോട് പറഞ്ഞു. നീ പോയതിന് ശേഷം വേദയെ അച്ഛൻ വിളിച്ചു കാര്യങ്ങൾ തിരക്കി. വേദ അച്ഛനോട് തന്നെ പറഞ്ഞു തനിക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണ്, ഹരിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അവളുടെ അടുത്തുള്ള സംസാരം കേട്ടത് അച്ഛനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മയും അത് പ്രതീക്ഷിച്ചതല്ല.
മുഖമടച്ച ഒരടിയായിരുന്നു വേദയ്ക്ക് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ മറുപടി. അതിനുശേഷം അവളെ കോളേജിൽ വിട്ടില്ല. ഇന്നേക്ക് 2 ആഴ്ചയാവുന്നു മോള് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും കോളേജിലൊന്ന് പോയിട്ടും. അവളുടെ മുഖത്ത് പഴയതുപോലെയുള്ള തിളക്കവും ചിരിയും കളിയും ഒന്നുമില്ല. ആ കുസൃതി പെണ്ണ് ഒരുപാട് മാറിപ്പോയി ഈ 2 ആഴ്ച കൊണ്ട്. അമ്മ വല്ലപ്പോഴും ചെന്ന് എന്തെങ്കിലും കൊടുത്താലായി. നേരെ ആഹാരം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, കുളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ മോളെ ഒന്ന് കാണണോടാ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ. എന്നാൽ പിന്നെ ഞാൻ വന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമോ? ഞാൻ അത് ചെയ്യാടാ. എൻ്റെ പെണ്ണിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ വയ്യാടാ. ഹരി കിച്ചുവിനോടാ ചോദിച്ചു. നീ ഇനി അതിനും ശ്രമിക്കണ്ട. അവൾ ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചു. അത് പറയാനാണ് നിന്നെ തിരക്കി ഞാനിപ്പോൾ വന്നത്. അവൾ എന്നെ മറന്ന് വേറൊരു വിവാഹം? ഹരിക്ക് വിശ്വസിക്കാനായില്ല. ജീവിക്കുന്നെങ്കിൽ ഹരിയേട്ടനോടൊപ്പമേ ജീവിക്കൂ എന്ന് പലപ്പോഴും അവൾ അവനോടായി പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചോടാ? സമ്മതിച്ച്. അത് മനസ്സോടെ തന്നെയാണോ? നിനക്ക് തോന്നുന്നുണ്ട് നിന്നെ മറന്ന് അവളൊരു വിവാഹ ജീവിതം? പക്ഷേ അവളുടെ ആ ഉറപ്പോടുള്ള സംസാരം കേട്ട് എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ എൻ്റെ മോൾ എന്തെങ്കിലും അരുതാത്ത ചെയ്യുമോ ഉള്ളൊരു ഭയം എനിക്കുണ്ടടാ. അവൾ അങ്ങനെ ചെയ്യില്ല. അത് നേരത്തെ തന്നെ ഞാൻ വാങ്ങിച്ചിരുന്നു. ഇതിങ്ങനെയൊക്കെ തന്നെ വരുവുള്ളെന്ന് എനിക്കറിയാമായിരുന്നു. അവളോട് പ്രണയം പറഞ്ഞുവെങ്കിൽ എന്നിട്ട് എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചഴിച്ചത്? അവളെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചതാടാ. അവളായി വന്ന് അവളുടെ ഇഷ്ടം എന്നോട് പറഞ്ഞതല്ലയോടാ. അതിന് ശേഷമല്ലേ ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് അപ്പോഴല്ലേ. ഇപ്പോൾ ഏട്ടൻ എന്നെ മനസ്സ് തുറന്ന് സ്നേഹിച്ചൂടായോ എന്നൊരൊറ്റ വാക്കേ ചോദിച്ചുള്ളൂ. നിൻ്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? ഈ വേദ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ഹരിയുടെ സ്വന്തമായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ജീവനില്ലാത്ത വേദയുടെ ശരീരത്തെ മാത്രമേ എല്ലാവർക്കും കാണാൻ സാധിക്കൂ. അതായിരുന്നു അവൾ എനിക്ക് തന്ന മറുപടി. അപ്പോൾ തന്നെ ഞാൻ അവളിൽ നിന്നും വാക്ക് വാങ്ങിച്ചു. ഒരു രീതിയിലെങ്കിലും നമുക്കൊന്നാകാൻ സാധിച്ചില്ല എങ്കിൽ ഒരു കാലത്തും തെറ്റായ ഒരു അരുതാത്ത ചിന്ത നിൻ്റെ ഉണ്ടാകില്ല എന്ന് അവൾ 100% എനിക്ക് ഉറപ്പും തന്നത്. എന്തായാലും നീ അതിൽ പേടിക്കണ്ട. എന്തായാലും നിൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ. അവൾ സന്തോഷമായി ജീവിച്ചാൽ മതി. അത്രയും പറഞ്ഞ് തൻ്റെ നിറഞ്ഞ വന്ന് കണ്ണുകൾ മുറുക്കി ഒന്ന് തുടച്ചുകൊണ്ട് ഹരി തൻ്റെ വീട്ടിൽ പോയി. പിന്നീടുള്ള ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി. നാളെയാണ് തൻ്റെ കൃഷ്ണയുടെ വിവാഹം. അതൊരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തോട് തന്നെ ഹരി പെട്ടെന്ന് തന്നെ ഒരുങ്ങി അവളുടെ കല്യാണ മണ്ഡപത്തേക്ക് ചെന്നു. അല്പം പ്രായമുള്ള ആളാണ് എങ്കിലും അവളെ വിവാഹം കഴിച്ച് പൊന്നുപോലെ നോക്കിയാൽ മതി. അവൻ ആരോടെന്നില്ലാതെ തൻ്റെ മനസ്സിലൊന്നുരുവിട്ടു. തൻ്റെ പെണ്ണ് ഇന്നും മറ്റൊരുത്തൻ്റെ ആകാൻ പോകുന്നു. അവൻ നിറകണ്ണുകളോടെ തന്നെ ആ കാഴ്ച കണ്ടു നിന്നു. അവളുടെ സീമന്തരയിൽ അയാളുടെ കൈകൊണ്ട് സിന്ദൂരമണിച്ചതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴാണ് വേദ കാണുന്നത്. ആ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും ബാക്കിലായി നിൽക്കുന്ന തന്നെ മാത്രം നോക്കി നിന്ന് കണ്ണുകൾ നിറച്ച് തിരിഞ്ഞു നോക്കി പോകുന്ന ഹരിയെ. അവളുടെ ഉള്ളമൊന്ന് പെടഞ്ഞു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ ഹരിയേട്ടൻ്റെ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ ഹരിയേട്ട എന്ന് പറയാൻ. അപ്പോൾ തൻ്റെ മുന്നിലേക്ക് അച്ഛൻ്റെ രൂപം വന്നു. അച്ഛൻ പറഞ്ഞ വാക്കുകൾ: ഇതിന് സമ്മതിച്ചില്ല എങ്കിൽ എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയാൽ പിറ്റേന്ന് നീ എൻ്റെ ശവമായിരിക്കും കാണുന്നത്. അച്ഛൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളായതുകൊണ്ട് മറിച്ചൊരു വാക്കും പറയാതെ തലയും കുഞ്ചി ഇതിന് സമ്മതിക്കേണ്ടി വന്നതാണ് തനിക്ക്. ഇനി വരുന്നത് വെച്ച് കാണാം. ഇത്രയും ആലോചിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അച്ഛനെ നോക്കി. അച്ഛൻ്റെ വാശിയും വൈരാഗ്യം കാരണം താൻ അനുഭവിച്ചത് എത്രത്തോളം കഠിനമായ യാതനകളാണ്. അതാർക്കെങ്കിലും അറിയുമോ? അവരുടെ വാശി, സമൂഹത്തിലുള്ള പേര്, മേൽവിലാസം, മാന്യത നിലനിർത്താൻ ഞങ്ങളെപ്പോലുള്ള പാവം പെൺകുട്ടികളുടെ ജീവിതം വെച്ച രക്ഷിതാക്കൾ കളിക്കുന്നത്. അവരാലോചിക്കുന്നില്ല തൻ്റെ മക്കളുടെ സന്തോഷം. ഇതൊക്കെ എന്നിവർ മനസ്സിലാക്കും? അവരുടെ കാലമല്ല ഇത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വേണ്ടുന്നത്. അവൾ അദ്ദേഹത്തിനെ നോക്കുന്ന അദ്ദേഹവും കണ്ടിരുന്നു. അദ്ദേഹം അവളെ കണ്ടതും അവളുടെ നോട്ടം താങ്ങാനാവാതെ തല താഴ്ത്തിയിരുന്നു. ഇപ്പോൾ തല താഴ്ത്തുന്നു. താൻ ഈ അവസ്ഥയ്ക്ക് കാരണം തൻ്റെ അച്ഛൻ തന്നെയാണെന്ന് ആലോചിച്ച് ഒന്നുകൂടി അയാളെ നോക്കി അവൾ മുഖം തിരിച്ചു കിടന്നു. അത് മനസ്സിലായതുപോലെ ഭദ്ര അവളുടെ അടുത്തേക്ക് വന്ന്, മോൾ
എന്തെങ്കിലും കഴിക്കുന്നോ? എഴുന്നേക്ക്, അമ്മ വല്ലതും വാരിത്തരാം. വേണ്ട എന്ന രീതിയിൽ തലയാട്ടി അവൾ തിരിഞ്ഞു കിടന്നു. കിച്ചു അകത്തേക്ക് വന്നപ്പോഴും അവൾ അതേ കിടപ്പാണ്. മോനെ, ഇതുവരെ അവളൊന്നും കഴിച്ചില്ല. കുറച്ചു നേരം അച്ഛനെ നോക്കിയിരിക്കുന്നത് കണ്ടു. പിന്നീട് ഇതുവരെ ഒന്നും കഴിച്ചതുമില്ല. കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കിയതുമില്ല. അവൾക്ക് എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ഇത്തിരി സമയം വേണം അമ്മേ, അത് കൊടു. അത്രയും പറഞ്ഞ് കിച്ചു അവൻ്റെ അടുത്തേക്ക് ചെന്ന് പ്ലേറ്റിൽ അല്പം ഭക്ഷണം എടുത്തുകൊണ്ടാണ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നത്. മോളെ എഴുന്നേറ്റ്, ദാണ്ട ഏട്ടൻ ഇത്തിരി വാരിത്തരാം, എൻ്റെ കുഞ്ഞ് കഴിയും. അവൻ്റെ വിളിയും സംസാരവും കേട്ടതും അവൾ പതുക്കെ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി. കഴിച്ചേ പറ്റൂ, മെഡിസിനൊക്കെ ഒരുപാടുണ്ട്, അതെല്ലാം കഴിക്കണം. പിന്നെ ഈ ശരീരത്തുള്ള മുറിവെല്ലാം ഉണങ്ങണ്ടേ, അതിന് ആരോഗ്യം വേണ്ടേ? മോൾ എഴുന്നേക്ക്. അവൻ വാത്സല്യത്തോടെ തന്നെ അവളെ തട്ടി എഴുന്നേൽപ്പിച്ച് ഇരുത്തി അവൾക്ക് ആഹാരം വാരിക്കൊടുത്തു. ഇതെല്ലാം നിറകണ്ണുകളോടെ തന്നെയായിരുന്നു അച്ഛൻ നോക്കിയിരുന്നത്. തൻ്റെ കുഞ്ഞ്, അവൻ്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ കാര്യങ്ങൾ തന്നെ കീറി മുറിക്കത്തക്ക രീതിയിലാണ്. തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇത്രത്തോളം മുറിവുണ്ടാക്കി അവനെ ഞാൻ വെറുതെ വിടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റതും, അച്ഛനെ എങ്ങോട്ട് പോകുന്നു? അല്ല, ഞാൻ അപ്പുറത്തെ. അങ്ങോട്ട് പോകണ്ട, അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്താൽ അവനവിടെ കിടക്കുന്നത്. ഇനി അച്ഛനും കൂടെ വല്ലതും കൊടുത്താൽ അത് താങ്ങില്ല. ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയും വരും. എന്തേ? അവൻ ഒരു പുച്ഛത്തോടെ തന്നെ ചോദിച്ചു. അല്ല, ഒന്നുമില്ല. അയാൾ തിരിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. എന്തെന്നില്ലാത്ത വീർപ്പുമുട്ടൽ അയാൾക്ക് തോന്നി. ഞാനെന്നാൽ വീട്ടിൽ പോയിക്കോട്ടെ. വേണ്ട, അച്ഛൻ ഇവിടെ ഇരുന്നു. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ, ഇവിടെ ഇരിക്കുക, അതാ നല്ലത്. അവന് ഭയമുണ്ടായിരുന്നു തൻ്റെ അച്ഛൻ എന്തെങ്കിലും അവിവേകം കാട്ടുമോ എന്ന്. അത് അയാൾക്കും മനസ്സിലായി. അയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല, അവിടെ തന്നെ ഇരുന്നു. ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും ക്ലാസ്സുകളും ഒക്കെ ആയി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അതിനിടയിൽ തന്നെ കിച്ചുവിന് തിരിച്ചു പോകാൻ ഉള്ള കോൾ വന്നിരുന്നു. അവൻ അവരെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കാക്കി. മോള് വരുന്നു ഏട്ടൻ്റെ കൂടെ? ഇല്ല ഏട്ടാ, കുറച്ച് ദിവസവും കൂടി കഴിയട്ടെ, പിന്നെ പറയാം. പിന്നെ അടുത്ത ആഴ്ച കൊണ്ട് ഇവിടെ അടുത്ത് മോൾ പഠിച്ചിരുന്ന അതേ കോളേജിൽ തന്നെ അഡ്മിഷൻ ഏട്ടൻ ശരിയാക്കിയിട്ടുണ്ട്. മോള് പോകണം. പിന്നെ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യണം. സൈൻ ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്നതെല്ലാം ചെയ്യണം. അത്രയും പറഞ്ഞ് അവളെ കൊണ്ട് സൈൻ വാങ്ങി. സൈൻ വാങ്ങാൻ അവൾക്ക് വിസമ്മതമായിരുന്നു. എന്തെന്ന് ചോദിച്ചപ്പോൾ താൻ ഇതിന് സമ്മതിച്ച അയാൾ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും. അവളുടെ ജീവിതം ഇതിൽ ദുരിതമായിരിക്കും. എന്തിനാ ഏട്ടാ? ഞാൻ അനുഭവിച്ച് എന്നിലൂടെ തന്നെ തീരട്ടെ. ഇനി ആ കട്ടിലെന്ന് അവൻ എഴുന്നേറ്റാലല്ലേ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക. അവൻ ഇനി ആയുഷ് കാലത്തെ മരിക്കും കാലം വരെ ആ കട്ടിലയിൽ തന്നെ ആയിരിക്കും. അതുപോലെ പൊന്നിന്. അവൾ അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അതിൽ ഒപ്പ് ചെയ്തു കൊടുത്തു. അവൻ അതിനുശേഷം 2 ദിവസം കൂടി കിച്ചു അവർക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ ജോലിസ്ഥലത്തേക്ക് മടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞതും വേദ പഴയ പോലെ ആയി തുടങ്ങി. ഇതിനിടയിൽ ശ്രുതി ടീച്ചർ വന്ന് അവളെ കണ്ടു. ഒരുപാടൊക്കെ സംസാരിച്ചു, അവളെ മോട്ടിവേറ്റ് ചെയ്തു. ഇതല്ല ജീവിതം, ഇനിയുമുണ്ട് ജീവിതം. അത് മോൾ കുഞ്ഞല്ലേ, 1 കൊല്ലമല്ല കഴിഞ്ഞുള്ളൂ. അത് മോൾ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതുപോലെ കളഞ്ഞേക്കുക. മോളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ കരുതിയാൽ മതി. അവൾ ഒരുപാട് സംസാരിച്ച് അവസാനം പകുതി സമ്മതത്തോട് തന്നെ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. പേടിക്കണ്ട, ആ കോളേജിൽ ഇപ്പോൾ ഞാനും ഉണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട്. എന്താവശ്യത്തിനും എൻ്റെ മോള് ഒന്ന് വിളിച്ചാൽ മതി. ഈ ശ്രുതി ടീച്ചർ അവിടെ കാണും, അതുപോരെ? മതി എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ വേദ കോളേജിൽ പോയി തുടങ്ങിയിട്ട് 6 മാസത്തോളമാകുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും വേദ തൻ്റെ അച്ഛനോട് സംസാരിക്കാൻ പോയില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് അമ്മയോട് സംസാരിക്കും എന്നല്ലാതെ വേറെ ആരോടും ഒരു രീതിയിലും ഒന്നും സംസാരിക്കില്ല. കോളേജിലും അങ്ങനെ തന്നെയാണ്, ആരോടും കൂടുതൽ കൂട്ടില്ല. കോളേജ് വിട്ടാൽ അപ്പോൾ തന്നെ വീട്ടിലേക്കും, വീട്ടിൽ വന്നാൽ ആ റൂമിൽ തന്നെ. ആഹാരം കഴിക്കാൻ പുറത്തേക്ക് വിളിച്ചാൽ വന്ന് വല്ലതും കഴിക്കും, പോകും. അല്ലാതെ പഴയ കളിയോ ചിരിയോ ഒന്നും തന്നെയില്ല. 6 മാസം കടന്നുപോയതും കിച്ചു നാട്ടിൽ വരുന്നു. അവനൊരു പെണ്ണ് കാണണമെന്നായിരുന്നു അവൻ്റെ അമ്മ ആവശ്യം പറഞ്ഞു. പെണ്ണ് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഒരു ഡിമാൻഡ്, പാമ്പിടിച്ച വീട്ടിൽ ഒരു പെണ്ണിനെ മതി. എൻ്റെ വേദയെ ഒന്ന് കുത്തിപ്പോലും നോവിക്കാൻ തയ്യാറാവാത്ത ഒരു പാവം ഒരു പെണ്ണിനെ മതി. അവളുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവളായിട്ട് അവളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. അതുമാത്രമാണ് അവൻ പെണ്ണ് കാണാൻ പോകുന്ന പെണ്ണിൻ്റെ ഏക ഒരു ഡിമാൻഡ് പറഞ്ഞിരുന്നത്.
അങ്ങനെ അവൻ വന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പെണ്ണിനെ കാണാൻ പോവുകയും ചെയ്തു. അതും ഒരു അധ്യാപകൻ്റെ മകൾ നന്ദ. നന്ദയെ പോയി കണ്ടു. നന്ദയുമായി സംസാരിക്കാൻ പുറത്തേക്ക് വന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ശബ്ദം കേൾക്കുന്നത്. എന്തെന്നർത്ഥത്തിൽ നന്ദയെ തിരിഞ്ഞു നോക്കിയതും അതിനർത്ഥം മനസ്സിലാക്കിയതുപോലെ, അമ്മയും അച്ഛനും മരിച്ചുപോയി. ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലുണ്ട്. അവളുടെ അപ്പച്ചിയാണവർ. ആ പെൺകുട്ടി നന്നായി പഠിക്കും. അവരുടെ മക്കളെക്കാൾ നന്നായി പഠിക്കുന്നതുകൊണ്ട് അവളുടെ പഠനം അവർ മുടക്കി. ഇപ്പോഴവിടുത്തെ ഒരു വീട്ടുകാരി എന്നെ ഉപരി ഒരു മൃഗത്തോട് കാണിക്കുന്ന സ്നേഹം പോലും അതിനോട് കാട്ടാതെ അവനെ രാവെന്നും പകലൊന്നും ഇല്ലാതെ ഉപദ്രവിക്കുക, ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു. നേരത്തിന് ആഹാരം പോലും അവരവർക്ക് കൊടുക്കില്ല. നന്ദ അത്രയും പറഞ്ഞു നിർത്തിയതും കിച്ചു അവിടെ നിന്നും ഇറങ്ങി ആ വീട് ലക്ഷ്യം വെച്ച് അകത്തേക്ക് കയറി. ആ വീടിനകത്തോട് ചെന്നതും അവൻ കണ്ട കാഴ്ച, കയ്യിൽ ഒരു വലിയ ചൂരലുമായി നിൽക്കുന്ന ഒരു സ്ത്രീ. ഒരു പെൺകുട്ടി തറയിൽ കിടന്ന അടി മൊത്തം വാങ്ങിക്കൂട്ടി കരയുകയാ. അപ്പച്ചി, ഞാനൊന്നും ചെയ്തില്ല, ഞാനല്ല എന്ന് പറയുക മാത്രമേ ഉള്ളൂ. കിച്ചു ഓടിച്ചെന്ന് അവരിൽ നിന്നും ആ ചൂരൽ പിടിച്ചു വാങ്ങി ദൂരെ കളഞ്ഞ് താഴെ കിടക്കുന്ന പെൺകുട്ടിയെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത്. ഇതാരെന്നർത്ഥത്തിൽ അവർ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. നീ ഏതാടാ എൻ്റെ വീട്ടിൽ വന്ന് കയറുന്നേ? നിങ്ങൾക്കൊരു മനുഷ്യത്വമുണ്ടോ സ്ത്രീ? ഇതും ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ? ഇത്രത്തോളം അതിനെ ഉപദ്രവിക്കാൻ നിങ്ങൾ ആരാ? ഇവളുടെ ഞാൻ അവളുടെ അപ്പച്ചി. അവൾ ചെയ്ത തെറ്റിന് അവൾ അടി വാങ്ങിക്കൂട്ടുന്നത്. ഇല്ല സാർ, സത്യമായിട്ടും അപ്പച്ചി കള്ളം പറയുക. അപ്പച്ചി ഇവിടെ ആഹാരം കൊണ്ടുവച്ചിരുന്നത് ഞാൻ കണ്ടില്ല. അതുമാത്രമല്ല, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല എന്നുള്ളത് സത്യം. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല അപ്പച്ചി കൊണ്ടുവന്ന് വെച്ച ആഹാരം. നിങ്ങൾക്ക് നാണമുണ്ടോ? അതിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ ഇവിടെ നിങ്ങൾ കൊണ്ടുവച്ചതിൽ ഒരല്പം ആഹാരമല്ല എടുത്തോളൂ, വേറെ ഒന്നും എടുത്തില്ലല്ലോ. അതിൻ്റെ വിശപ്പ് തോന്നിയപ്പോൾ എടുത്തെന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ടോ അവൾ എടുക്കുന്നത്? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങളിത് ഉപദ്രവിക്കുന്നത്? നിങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവും ഇവിടില്ലേ? അവരാരെങ്കിലും ആയിക്കൂടെ? അത് ചോദിച്ചതും അവർ ഒന്ന് അമ്പരന്ന് ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് കിച്ചു അവളെ എഴുന്നേറ്റ് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളെയും കൂട്ടി വെളിയിലോട്ടിറങ്ങി. നീ ഇവളെയും കൊണ്ട് എങ്ങോട്ട് പോകുക? ഇവൾ ഇനി മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായി എന്നോടൊപ്പം ജീവിക്കും. കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, വയറ് വീർപ്പിച്ച് ഇങ്ങോട്ട് വിട്ടേക്കരുത്. ഈ കൃഷ്ണകുമാറിന് ജീവനുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയും അവളുണ്ടാകുന്ന കുഞ്ഞിനെയും സംരക്ഷിക്കാൻ എത്ര വേണമെങ്കിലും അധ്വാനിക്കാനുമുള്ള മനസ്സെനിക്കുണ്ട്. അല്ല, നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഭർത്താവിനെ പോലെ നട്ടലില്ലാത്ത ഒരുത്തനല്ല ഞാൻ. അന്യൻ്റെ മോളെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ വീട്ടുവേലക്കാരിയായി നിർത്തിയെന്ന് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങൾക്ക്? നിങ്ങൾക്കും ഉണ്ടല്ലോ ഒരു മോള് ദോയിക്കുന്നു. അവളെ നിങ്ങൾ ഇതുപോലെ ഉപദ്രവിക്കുമോ? അവൻ അവരോട് പരുഷമായ രീതിയിൽ തന്നെ സംസാരിച്ച് തിരിഞ്ഞു നടന്നപ്പോഴാണ് തൻ്റെ ശരീരത്തേക്ക് എന്തോ ഭാരം അനുഭവപ്പെടുന്നതായിട്ട് അവന് തോന്നി. നോക്കിയപ്പോൾ ആ കയ്യിൽ കിടക്കുന്ന പെൺകുട്ടി ബോധം വന്ന് തൻ്റെ ശരീരത്തോട് ചേർന്ന് താഴേക്ക് ഊർന്നു പോന്നു. പെട്ടെന്ന് തന്നെ അവൻ അവളെ കോരിയെടുത്ത് നന്ദയുടെ വീട്ടിൽ കിടക്കുന്ന തൻ്റെ കാർ ലക്ഷ്യം പിടിച്ച് അങ്ങോട്ട് ചെന്നു. പുറത്തേക്കിറങ്ങി വരുന്ന നന്ദൻ്റെ അച്ഛനും അമ്മയും കണ്ട് ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് വരുന്ന നന്ദനെയാണ്. അവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നു. അച്ഛ, അമ്മ, കാറിൽ കയറ്. അവൻ അകത്തേക്ക് ചെന്നതും, മോനെ അവളെ ഇഞ്ഞു കൊണ്ടുപോവാ, ആഹാരം കഴിക്കാത്തതിൻ്റെ ക്ഷീണം വല്ലതുമായിരിക്കും. നന്ദയുടെ അച്ഛൻ പുറത്തേക്ക് വന്നു. കുറച്ച് വെള്ളം അവളുടെ മുഖത്തേക്ക് തളിച്ചതും അവൾ പതുക്കെ കണ്ണു തുറന്നു. മോള് വല്ലതും കഴിച്ചോ? നന്ദയുടെ അച്ഛനായിരുന്നു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അയാളെ ഒന്ന് നോക്കി. അകത്തേക്ക് കയറി നന്ദയുടെ അമ്മ കുറച്ച് ഭക്ഷണം എടുത്ത് ഒരു പ്ലേറ്റിൽ അവളുടെ അടുത്തേക്ക് വന്നു. ഭക്ഷണം കൊടുത്തതും ആ പെൺകുട്ടി ആ പ്ലേറ്റിനെയും ഭക്ഷണവും നോക്കി എനിക്കുള്ളതാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞതും ആർത്തിയോടെ വെപ്രാളത്തോടെ തന്നെ ആ ആഹാരമെല്ലാം വാരി കഴിച്ചു. കഴിക്കുന്നതിനിടയിലാണ് തൻ ചുറ്റും നിൽക്കുന്നവരെ അവൾ ഓർത്തത്. അവൾ ആഹാരം കഴിപ്പ് മതിയാക്കി ഒന്ന് നോക്കിയപ്പോൾ എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്ന കണ്ടതും അവൾ തല താഴ്ത്തി അല്പം ശബ്ദത്തോടെ, 2 ദിവസം വല്ലതും കഴിച്ചിട്ട് വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. എനിക്ക് ആഹാരമൊന്നും തരാറ് പോലുമില്ല. അവരെല്ലാം തിന്ന് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കഴിക്കാൻ കിട്ടൂ. അവൾ പറഞ്ഞതും ഭദ്രയ്ക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടം തോന്നി. ഭദ്ര അവളെ അടുത്തോട്ട് ചേർത്ത് നിർത്തി അവളുടെ തലയിൽ ഒന്ന് തലോടി. ഒരുപാട് നാളുകൾക്ക് ശേഷം തന്നെ ഇത്ര സ്നേഹത്തോടെ ഒരാൾ തലോടുന്നത്. അവൾ നിറകണ്ണുകളോടെ തന്നെ ഭദ്രയെ നോക്കി. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ എന്നെ സ്നേഹത്തോടൊന്ന് തലോടിയത്. പിന്നീട് ഇന്നോളും എന്നോട് ആരും ഇത്ര സ്നേഹത്തോടെ വന്ന് നിന്ന് സംസാരിക്കുക, എൻ്റെ അടുത്തൊന്നും നിൽക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മോളൊന്നും സംസാരിക്കണം, മോളുടെ അമ്മയായി തന്നെ എന്നെ കണ്ടാൽ